ഹായ്, എല്ലാവർക്കും ആനക്കാര്യം ചേനക്കാര്യം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. എൻ്റെ പേര് തനു കുര്യൻ. ഇവിടെ എൻ്റെയും നിങ്ങളുടെയും ചെറുതും വലുതുമായുള്ള അനുഭവങ്ങൾ, താല്പര്യങ്ങൾ, യാത്രകൾ, പരിഗണനകൾ, അതായത് ചോയ്സസ് എന്നിവ പങ്കിടാം. ആഫ്റ്റർ ഓൾ, എൻ്റെയും നിങ്ങളുടെയും നിറമുള്ള കഥകളുടെ കൂട്ടുചേരലാണല്ലോ ജീവിതം. ചിലപ്പോൾ ഒരാളുടെ ജീവിതം മറ്റൊരാൾക്ക് ആത്മവിശ്വാസം പകരാൻ കഴിഞ്ഞേക്കാം, അല്ലെങ്കിൽ ഒരാളുടെ അനുഭവങ്ങൾ മറ്റൊരാളുടെ പ്രത്യക്ഷകൾക്ക് ഉണർവുണ്ടാക്കാം. ഓർ സംബഡീസ് ചോയ്സസ് മറ്റൊരാളുടെ ജീവിത യാത്രകൾക്ക് പുതു ആശയങ്ങൾ നൽകാം. ഇതൊന്നുമില്ലെങ്കിൽ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ആ കിളിവാതിലിലൂടെ ഒരു എത്തി നോട്ടം. വെൽക്കം ടു ആനക്കാര്യം ചേനക്കാര്യം. ഷാമയുടെ ജീവിത യാത്ര വളരെ ഇവന്റ്ഫുൾ ആണ്. കുട്ടിക്കാലം മുതൽ അഡൽട്ട് ലൈഫ് വരെ ഷാമയുടെ വെയിറ്റ് ആയിരുന്നു എല്ലാവരുടെയും ആദ്യത്തെ നോട്ടം. പക്ഷെ ഇതൊക്കെ ഷാമ മാറ്റിമറിച്ചു. 2 ഫീറ്റ് ഹൈറ്റ് നടക്കാൻ പറ്റാത്ത ഉള്ള ആളിന് ഇപ്പം 12,250 ഫീറ്റ് കോൺക്വർ ചെയ്തു. അതിൻ്റെ കൂടെ വെയിറ്റ് ലോസും ഉണ്ടായിരുന്നു. ഷാമയുടെ ഈ യാത്ര നമ്മളോട് പറയാമോ? കുട്ടിക്കാലം എന്തായിരുന്നു? താങ്ക് യു. ഞാൻ പറയാം. ചെറുതിലെ മുതലേ ഓവർ വെയിറ്റ് കാറ്റഗറിയിലാണ് ഞാൻ പെടുന്നത്. അതടിച്ച കുട്ടി. അതാണ് എൻ്റെ ട്രേഡ് മാർക്ക്. ഒരു നല്ല കാര്യം എന്താന്ന് വെച്ചാൽ, സ്കൂളിൽ പോകാനായിട്ട് കാറിൽ പോകുമ്പോൾ അതാണ് എൻ്റെ ഒരു പ്ലസ് തോന്നിയിട്ടുള്ളത്. എപ്പോഴും എനിക്ക് സീറ്റ് കിട്ടും. എൻ്റെ മടിയിൽ 2 പേരും കൂടെ കാണുന്നതേ ഉള്ളൂ. വോളിയം കൂടുതൽ ഒക്യുപ്പൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുറച്ച് പ്രിവിലേജസ് ഉണ്ടായിരുന്നു. പക്ഷേ ഹേർട്ടിംഗ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം റിയലൈസ് ചെയ്യാത്ത പ്രായം തൊട്ടേ കേട്ട് തുടങ്ങിയതാണ്. വണ്ണത്തിനെ കുറിച്ച് അച്ഛന് റേഷൻ കടയാണോ, ഇത് എത്ര നേരം കഴിക്കും, അങ്ങനത്തെ ഒരു സില്ലി ആയിട്ടുള്ള കമന്റ്സ് വരും. പക്ഷെ അത് ജനിച്ചപ്പോ തൊട്ടേ കേട്ട് തുടങ്ങി. അതെന്റെ ഒരു പാട്ടായി. അങ്ങനെ വളർന്നു. ഒരിക്കലും എനിക്ക് ഭയങ്കര ഒരു വെയിറ്റ് ആണ് എന്നുള്ളൊരു തോന്നൽ തന്നെ എന്തോ ഐ വാസ് യൂസ് ടു ദാറ്റ്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. കുറേ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട്. 16 ഇയേഴ്സിൽ തൈറോയിഡ് വന്നു. അപ്പോഴാണ് ഐഡന്റിഫൈ ചെയ്തത്. എത്ര നാൾ മുന്നേ തൊട്ടുണ്ടെന്ന് അറിയത്തില്ല. അപ്പം ഉള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഒന്ന് ഐഡന്റിഫൈ ചെയ്തു. ഹൈപ്പോതൈറോയിഡ് ആണ്. ഹൈപ്പോതൈറോയിഡ് എന്ന് പറയുമ്പോൾ മെറ്റബോളിസം റേറ്റ് കുറയും. ഹോർമോണൽ പ്രോബ്ലംസ് ഒക്കെ കൊണ്ട് തന്നെ ഓവർ വെയിറ്റും ഉണ്ടാകും. അതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് പോയി എന്നാണ് പറയാൻ. ഐ നെവർ തോട്ട് ഇറ്റ് ആസ് എ പ്രോബ്ലം ഓർ ഐ ഹാവൻ ഡൺ എനിത്തിങ് ടു കറക്റ്റ് ദാറ്റ്. അതിങ്ങനെ എൻ്റെ ഒപ്പം വലുതായി വന്നു. ഞാനിങ്ങനെ ഓവർ വെയിറ്റ് ആയിട്ട് തന്നെ വന്നായിരുന്നു. HbA1c ഒരു സമയത്ത് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒക്കെ ഡയബറ്റിക്കിന്റെ ബോർഡർ ലൈനായി ഏർലി 30s. പിന്നെ മോനും ജനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പൊ ഞാൻ വെയിറ്റ് നോക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് എക്സാക്ട് ഒരു കൗണ്ട് അറിയത്തില്ല. എന്നാലും ഭയങ്കര ഒരു പർവ്വത ശരീരമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെയാണ് എനിക്ക് കുറച്ച് റിയലൈസ് ചെയ്യാൻ തുടങ്ങിയത്. എൻ്റെ കാലിന് എന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഈ പോക്ക് പോയാൽ ഉടനെ തന്നെ കിടപ്പിലാകും എന്നുള്ളത്. ആ ഒരു പോയിന്റിലാണ് റിയലൈസ് ചെയ്യുന്നത്. അതുവരെയും വിത്ത് ഓൾ ദ ഹ്യൂമിലിയേഷൻ ഐ ഹാവ് ഗോൺ ത്രൂ. അപ്പൊ ഈ തൈറോയിഡ് കൊച്ചിലെ തൊട്ടുണ്ടായിരുന്നതായിരുന്നു? അപ്പൊ അത് ഡയഗ്നോസ് ആയില്ലെന്നേ ഉള്ളൂ അല്ലേ? ഷുഡ് ബി. കാരണം 16ാമത്തെ വയസ്സിലാണ് ഐഡന്റിഫൈ ചെയ്തത്. അന്ന് തൊട്ട് ഇന്ന് വരെയും അത് സപ്ലിമെന്റ് എടുക്കുന്നുണ്ട്. അത് നമുക്ക് മെഡിസിൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ വിത്ത് ദ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് യു ക്യാൻ മേക്ക് എ ഹ്യൂജ് ഡിഫറൻസ് ടു ദാറ്റ്. പക്ഷെ അതെല്ലാം ഈ ഇവന്റ്ഫുൾ ആയിരുന്ന ലൈഫിന്റെ ഇവന്റ്സ് മുഴുവൻ സ്റ്റാർട്ട് ചെയ്ത് 34 34 ഇയേഴ്സ് തൊട്ടാണ് ശരിക്കും ഹാപ്പിനെസ് എന്താണെന്ന് അറിഞ്ഞ് ജീവിച്ചു തുടങ്ങിയത്. അപ്പം ഞാൻ ഈ തൈറോയിഡിന്റെ പാറ്റ്, എനിക്കും തൈറോയിഡ് ഉണ്ട്, ഹൈപ്പോ തൈറോയിഡിസം. എനിക്കും എൻ്റെ 30s എനിക്ക് ഡയഗ്നോസ് ആയത്. പക്ഷെ ഷാമയ്ക്ക് അത് വന്നപ്പം ഡോക്ടർ ഒന്നും അഡ്വൈസ് ചെയ്തില്ലേ എന്താ കഴിക്കാൻ പറ്റുന്നത്, ഏത് ഡയറ്റ് ചെയ്യണം? അല്ലെങ്കിൽ ബിക്കോസ് എനിക്കിപ്പം കിട്ടിയപ്പോൾ എന്നോട് പറഞ്ഞു ചില ടൈപ്സ് ഓഫ് വെജിറ്റബിൾസ്, ചില ടൈപ്സ് ഓഫ് മിൽക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യണം. ബിക്കോസ് അതൊക്കെ തൈറോയിഡിനോട് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് ഇത് ഡയഗ്നോസ് ചെയ്യുന്നതിന് മുമ്പേ എനിക്ക് സ്റ്റെപ്പ് കയറുമ്പോൾ ഭയങ്കര ക്ഷീണം. നേരത്തെ ഇല്ലായിരുന്നു, ബിക്കോസ് സ്കൂളിൽ അത്ലറ്റിക്സ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആള് സഡൻലി ഒരു 2 സ്റ്റെപ്പ് കയറുമ്പോഴത്തേക്കും ശ്വാസം മുട്ടുന്നു. ആൻഡ് രാവിലെ എണ്ണിക്കാൻ പ്രയാസം, ഭയങ്കര സ്ലീപ്പി ആയിരിക്കുന്നു. അതൊക്കെ ഇതിന്റെ ഒരു സൈഡ് എഫക്റ്റാണ്. പിന്നെ മുടി, ഹെയർ ലോസ്. ബട്ട് അത് കിട്ടിയപ്പം കുറെ അഡ്വൈസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഫുഡ് എങ്ങനെ ചെയ്യണം, വാട്ട് യു നീഡ് ടു ഡു ഇൻ ടേംസ് ഓഫ് എക്സസൈസ്, ആൻഡ് ദാറ്റ് റിയലി ഹെൽപ്ഡ് എ ലോട്ട്. അതുപോലെ അഡ്വൈസ് ഒന്നും ഷാമയ്ക്ക് കിട്ടിയില്ലായിരുന്നു. നോ വൺ അഡ്വൈസ്ഡ് അബൌട്ട് എക്സസൈസ്. അതിനെക്കുറിച്ച് ഡോക്ടേഴ്സ് ഒന്നും പറഞ്ഞു തന്നില്ല. ഫുഡിനെ കുറിച്ച് പറഞ്ഞു, എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം, എന്തൊക്കെ കഴിക്കാം, അത് പറഞ്ഞു തന്നായിരുന്നു. പിന്നെ അത്ലറ്റിക് ബാക്ക്ഗ്രൗണ്ട് ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ആ ഒരു ചേഞ്ചും ഐഡന്റിഫൈ ചെയ്യുന്നില്ല. സ്പീഡിൽ ഓടുന്ന ഒരാൾ ഓടാൻ പറ്റാണ്ടായാലല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. ഐ നെവർ ഡൺ അത്ലറ്റ് ഇൻ മൈ എൻ്റയർ ലൈഫ് ടിൽ 34. സോ അതൊരു ചേഞ്ച് ആയിരുന്നില്ല. പിന്നെ ഹോർമോണൽ ഇംബാലൻസ് വരും. പക്ഷെ അത് തന്നെയും ആരും അത്ര ഒന്നും കെയർ ചെയ്യുന്നില്ല.
അപ്പം എന്തെങ്കിലും ദേഷ്യം കാണിച്ചു കഴിഞ്ഞാൽ അത് ആ സിറ്റുവേഷൻ കൊണ്ട് കാണിച്ചതാണെന്ന് വിചാരിച്ചിട്ട് ആ ഒരു പ്രോപ്പർ ബിഹേവിയറൽ ചേഞ്ചിന് ഒരു ഇമ്പോർട്ടൻസും കൊടുത്തിരുന്നില്ല. ആ ഒരു കെയർ കിട്ടിയില്ല എന്ന് പറയണം. കാരണം എന്താണോ കഴിക്കാവുന്ന, എന്താണോ കഴിച്ചൂടാത്ത, അത് വെച്ച് മാത്രം പോയതാണ്. പക്ഷേ ഓവർ വെയിറ്റ് വന്നതിന് ശേഷം വെൻ ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഔട്ട് ആൻഡ് വെൻ ഐ വെൻ ബാക്ക് ടു മൈ ഡോക്ടർ ആൻഡ് ടോൾഡ് ഐ എം ഡൂയിങ് വെയിറ്റ് ട്രെയിനിങ്, അപ്പോൾ പുള്ളി പറഞ്ഞായിരുന്നു ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഡു. വെയിറ്റ് ട്രെയിനിങ് ചെയ്താലാണ് തൈറോയ്ഡ് ലെവൽ നോർമൽ ആവുന്നത്. 188 ആയിരുന്നു തൈറോയിഡ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. ദാറ്റ്സ് എ വെരി ഹയർ സൈഡ്. അത് ഞാൻ എക്സസൈസ് കൊണ്ട് തൈറോയ്ഡ് ലെവൽ നോർമലായി ഇപ്പൊ 137 ആയി. ഐ വിൽ സ്റ്റിൽ ബ്രിങ് ഇറ്റ് ഡൗൺ. അപ്പം യു ആർ ഏബിൾ ടു ആ ഡോസേജ് കുറയ്ക്കാൻ പറ്റി എക്സസൈസ് ചെയ്തിട്ട്. ഓക്കെ, അത് കൊള്ളാലോ. ആ ഒരു ഗ്ലാൻഡ് വർക്ക് ആവാത്തത് കൊണ്ടാണ് നമ്മൾ സപ്ലിമെന്റ് കൊടുക്കുന്നത്. വെൻ യു ഡു എക്സസൈസ് യു വിൽ ബി സ്റ്റിമുലേറ്റിംഗ് ദ ഗ്ലാൻഡ് ടു വർക്ക്. അത് പിന്നെയും പിന്നെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഐ എം നോട്ട് സേയിങ് ലൈക്ക് യു വിൽ ബി ഏബിൾ ടു എലിമിനേറ്റ് ഇറ്റ്. അത് ഞാൻ പ്രൂവ് ചെയ്തിട്ടില്ല, പക്ഷേ യു ക്യാൻ റെഡ്യൂസ് ദാറ്റ്. Okay, congratulations, and I'm rooting for you to prove that you can stop using the medicine. Yeah, because അതിന്റെ ഒരു വേറെ ഒരു കാര്യം ആൾക്കാർക്ക് ചിലപ്പോൾ അറിയാത്തതെന്ന് പറഞ്ഞാൽ തൈറോയിഡിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ്. അത് നമ്മൾ കെയർഫുൾ ആയില്ലെങ്കിൽ അത് ക്യാൻസർ ആയിട്ട് വരാം. So you have to be very careful about that. And the mood swings that are extremely irritating. അതെ അതെ അതെ, യാ, സഡൻലി യു ഫീൽ കോൾഡ് അല്ലെ, അങ്ങനെയൊക്കെ കുറെ ഇഷ്യൂസ് ഉണ്ട്. അപ്പം നമ്മളത് നേരത്തെ സംസാരിച്ചു, പക്ഷെ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ആസ്ക്, വാട്ട് ഡിഡ് യു ഫീൽ? ഇങ്ങനെ ആൾക്കാര് പറഞ്ഞില്ലേ, ഓ അച്ഛന് റേഷൻ കടയാണോ, അല്ലെ വണ്ണം വെച്ചല്ലോ, അല്ലെങ്കിൽ എത്ര നേരം എടുക്കും ഇത് കഴിക്കാൻ, അങ്ങനെ പറഞ്ഞപ്പം ക്ഷാമയുടെ മെന്റൽ സ്റ്റേറ്റ് എന്തായിരുന്നു ആ സമയത്ത്? ആൻഡ് ഡിഡ് യു ഗെറ്റ് എനി സപ്പോർട്ട്? ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു, ഹെൽപ്പ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടായിരുന്നു ആ സമയത്ത്? അൺഫോർച്ചുനേറ്റ്ലി നോ. ബിക്കോസ് ഞാൻ പറഞ്ഞ മാതിരി ആ ഒരു സമയത്തിന് ഭക്ഷണം കിട്ടിയോ, പഠിക്കുന്നുണ്ടോ, ഹോംവർക്ക് ചെയ്തോ, അതിനപ്പുറത്തേക്കുള്ളൊരു കെയറിലോട്ട് വരാനായിട്ട് ഇറ്റ്സ് ഡിഫിക്കൽട്ട്. ബിക്കോസ് ദേ ഡോണ്ട് നോ ആ ഒരു പോയിന്റിനപ്പുറം ദർ ഇസ് സം കെയർ യു ഹാവ് ടു ഗീവ് ടു യുവർ ചിൽഡ്രൻ എന്നുള്ളതിൻ്റെത്. അത് ആ ഒരു റിയലൈസേഷൻ എല്ലാ പാരൻസിനും ഇല്ല. അതുകൊണ്ട് നമ്മൾ ഗോ ത്രൂ ചെയ്യുന്ന ആ ഒരു മെന്റൽ പ്രോബ്ലംസിന് ഒരു സപ്പോർട്ട് കിട്ടിയിരുന്നില്ല. പലപ്പോഴും ഭയങ്കരമായിട്ട് വിഷമം തോന്നും, എന്താണ് ഇങ്ങനെ, പക്ഷേ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതിനെ ഓവർകം ചെയ്യാനായിട്ട് ആക്ച്വലി ഞാൻ ഇടയ്ക്ക് തന്നെ കുറച്ച് എക്സസൈസിനെ കുറിച്ചൊന്നും ഒരു അടിസ്ഥാനം ഇല്ല. അപ്പൊ ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് നോക്കി. വിത്തൗട്ട് എക്സസൈസ് ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ഡു എനി ഹെൽപ്പ് ടു യു. അപ്പം ഭയങ്കര വിഷമമായിരിക്കും, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കുറയും. അതാണ് മെയിൻ തിങ്. ഞാനത് വർക്ക്ഔട്ട് ചെയ്ത് അതാണ് ഞാൻ തിരിച്ച് എൻ്റെ ലൈഫിലോട്ട് കൊണ്ടുവന്ന ഒരു കാര്യം. സെൽഫ് റെസ്പെക്ട് ആൻഡ് സെൽഫ് ലവ് ആൻഡ് ദറ്റ് കോൺഫിഡൻസ്, ദാറ്റ് വാസ് അബ്സല്യൂട്ട്ലി സീറോ. ഞാൻ ഒരു എക്സാമ്പിൾ എല്ലാവരോടും പറയുന്നത് വെച്ചാൽ, ഞാനൊരു നല്ല ഡ്രസ്സ് വാങ്ങിക്കത്തില്ല. നല്ല ഡ്രസ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തോ അത് അർഹിക്കുന്നില്ല എന്നുള്ളൊരു ഫീലിംഗാ. സംതിങ് ഗുഡ് ഈസ് നോട്ട് ഫോർ മീ എന്നുള്ളൊരു ഫീലിംഗ്. അത് ചെറുതിലേ തൊട്ട് ഇത് കേട്ട് 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 ആ ഒരു സെൽഫ് കോൺഫിഡൻസ് പോയിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് നിൽക്കുന്നതാ. അവരാരും മുന്നോട്ട് വന്ന് സംസാരിക്കത്തില്ല. പിന്നീട് ആരെങ്കിലും ഹേർട്ട് ചെയ്താലും അവരത് അക്സെപ്റ്റ് ചെയ്ത് പോത്തേ ഉള്ളൂ. കാരണം അതാണ് ഞാൻ ഗോ ത്രൂ ചെയ്തത്. സോ ഐ ഫീൽ ലൈക്ക് ദിസ് ഈസ് സംതിങ് ഐ ഹാവ് ടു ഗെറ്റ്. ഓക്കെ, ഇനിയും ചീത്ത പറഞ്ഞോളൂ, ഞാൻ കേട്ടോണ്ടിരിക്കാം. പക്ഷെ ഒരു തവണ ആ ഒരു സെൽഫ് റെസ്പെക്റ്റും സെൽഫ് കോൺഫിഡൻസും വന്നാലേ യു വിൽ സ്റ്റാൻഡ് ഫോർ യുവർ സെൽഫ്. ആ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് വർക്ക്ഔട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടത്. അപ്പൊ ഈ ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ആയിട്ട് അത് ഷാമയുടെ ലൈഫ് എങ്ങനെ എഫക്ട് ചെയ്തത്? ഇൻ ടേംസ് ഓഫ് നമ്മൾ വളരുമ്പോൾ നമുക്ക് ഓരോ ആൾക്കാർക്ക് ഒരു ഐഡിയ ഉണ്ട്, ഞാൻ ആസ്ട്രോനോട്ട് ആകാൻ പോകുന്നു, ഞാൻ ഡോക്ടർ ആകാൻ പോകുന്നു, എഞ്ചിനീയർ ആകാൻ പോകുന്നു, അല്ലെ ഡാൻസർ ആകാൻ പോകുന്നു. അതുപോലത്തെ ഷാമയുടെ ആ ഐഡിയാസ് എന്തുവായിരുന്നു? ആൻഡ് ഈ ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് അതിനെ ഡിസ്ട്രോയ് ചെയ്തോ, അല്ലെ വെ യു സ്റ്റിൽ ഏബിൾ ടു എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിരുന്നോ ഇൻ സ്പൈറ്റ് ഓഫ് ദാറ്റ്? കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്തു എന്നുള്ള വേർഡ് ഞാൻ യൂസ് ചെയ്യുന്നില്ല. കാരണം സംതിങ് ഷുഡ് ബി ദെയർ ടു ബി ഡിസ്ട്രോയ്ഡ്. ഐ ഹാഡ് നത്തിങ് ടു ബി ഡിസ്ട്രോയ്ഡ്. ഈവൻ ഒരു ഡ്രീമും ഇല്ല, ഒരു ഗോളും ഇല്ല. സംതിങ് ലൈക്ക് ഒരു ഡേ നൈറ്റ് അതിങ്ങനെ റുട്ടീൻ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. സംഹൗ ഐ കംപ്ലീറ്റഡ് എഞ്ചിനീയറിംഗ് ആൻഡ് ഗോട്ട് എ ജോബ്. അത് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയി എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ആ ജോലി, അത് കഴിഞ്ഞിട്ട് മാരേജ്, അറേഞ്ച്ഡ് മാരേജ്, അതും വീട്ടുകാർ തന്നെ ആലോചിച്ചു. ഒരുപാട് പേര് വന്ന് കണ്ടു, ഒരാൾ ഓക്കെ പറഞ്ഞു, കല്യാണം കഴിച്ചു. ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയി. അത് അല്ലാതെ ഞാൻ പ്ലാൻ ചെയ്ത് സംതിങ് ഐ ഡ്രീംഡ് ഫോർ, ഐ നെവർ ഹാഡ് എ ഗോൾ ടു അച്ചീവ്. പക്ഷെ ഇപ്പോ എനിക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ട്. ആ ഡ്രീംസ് ഒക്കെ എനിക്ക് പണ്ടും ഉണ്ടായിരുന്നു, ഈ കോൺഫിഡൻസ് എനിക്ക് പണ്ടും ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ പുറത്തെല്ലാം ഇങ്ങനത്തെ ഡയലോഗ് വന്ന് അഴുക്കും മെഴുക്കുമായിട്ട് കിടക്കുകയായിരുന്നു. അത് ഇപ്പോഴാണ് ഒന്ന് ക്ലീൻ ചെയ്ത് കിട്ടിയത്.
ഗുഡ്. അപ്പൊ എന്തായിരുന്നു ഷ്യാമെ മോട്ടിവേറ്റ് ചെയ്തത് ഈ വെയിറ്റ് ലൂസ് ചെയ്യാനും? വാട്ട് മേഡ് യു ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ്? അത് ചെയ്തപ്പം വാട്ട് വാസ് യുവർ ഫീലിംഗ് ആൻഡ് ആ ഒരു മാനസിക സിറ്റുവേഷൻ എന്തുവായിരുന്നു അത് ചെയ്തത്? ആക്ച്വലി ഞാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് തുടങ്ങിയതല്ല. ഡെലിവറിയുടെ മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞിട്ട് ഞാൻ ഓഫീസിലോട്ട് ഇങ്ങനെ പോകുമ്പോൾ തന്നെ എക്സാക്ട്ലി എനിക്ക് സ്റ്റെപ്സ് കയറി പോകാൻ പറ്റുന്നില്ല. തൈറോയ്ഡ് ലെവൽ അപ്പോൾ കുറച്ചും കൂടെ വേഴ്സ് ആയിട്ട് ഭയങ്കര ഓവർ വെയിറ്റ് ആയി. ഭയങ്കര കഷ്ടപ്പെട്ടാ നടക്കുന്നത് തന്നെ. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഫസ്റ്റ് കമ്പനിയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നേ. പുള്ളിക്കാരി ഒരു ബ്രേക്കിന് ശേഷം എന്നെ കണ്ടിട്ട് അന്തം വിട്ട് നിന്നായിരുന്നു. ഇതെന്ത് കോലമാണ് ശ്യാമാന്ന്. ദെൻ ഷീ ആസ്ക്ഡ് മീ അഗൈൻ ആൻഡ് പുഷ് മീ ടു സ്റ്റാർട്ട് അപ്പ് റണ്ണിങ്. പുള്ളിക്കാരി പറഞ്ഞ് ആ പുള്ളിയോടുള്ള ഒരു സ്നേഹവും കമ്മിറ്റ്മെന്റും കൊണ്ടാണ് ഞാൻ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വിത്ത് ദിസ് ഹ്യൂജ് വെയിറ്റ് ആൻഡ് സീറോ അത്ലറ്റിക് ബാക്ക്ഗ്രൗണ്ട് ഐ വാസ് നോട്ട് ഏബിൾ ടു വാക്ക് ക്വിക്ലി. ഞാൻ ഓടാൻ തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? പക്ഷേ ആ ഓടാൻ തുടങ്ങുമ്പം എനിക്കത് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു ഫീല് വന്നു. ആ ഒരു സ്പാർക്ക് വന്നതുകൊണ്ടാണ് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയത്. അല്ലാതെ ഒരാൾ പറഞ്ഞത് കൊണ്ട് മാത്രം നമുക്ക് കൺസിസ്റ്റൻസി കിട്ടത്തില്ല. സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കൺസിസ്റ്റൻസി കിട്ടണമെങ്കിൽ ദർ ഷുഡ് ബി എ സ്പാർക്ക് വിത്തിൻ. പിന്നെ അതെനിക്കൊരു വാശിയായി. എനിക്ക് ഓടണം. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും ഓടി. ശരിക്കും ഒരു മാസം എടുത്തിട്ട് 1 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്ത്. പക്ഷെ ഞാൻ പിന്നെ ഒരുപാട് മാരത്തോൺസ് ചെയ്തു. 50 കിലോമീറ്റർ അൾട്രാ റണ്ണറാണ്. ലോട്ട് ഓഫ് ഇവന്റ്സ് ഐ ഡിഡ്. ഐ ട്രാവൽഡ് എ ലോട്ട് ഫോർ ഡൂയിങ് ദിസ് മാരത്തോൺ ഇവന്റ്സ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആസ് യു ടോൾഡ് ഇറ്റ് വാസ് എ വെരി ഇവന്റ്ഫുൾ റൈഡ്, ട്രെക്ക്, ട്രാവൽ ഒത്തിരിയായി. കൺഗ്രാറ്റുലേഷൻസ്. വെരി വെരി ഗുഡ്. ക്ഷമ പറഞ്ഞ പോലെ നമുക്ക് സ്വയമായിട്ട് അത് ഫീൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് അത് സസ്റ്റെയിൻ ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. ആൻഡ് ഐ തിങ്ക് ക്ഷമയുടെ ഒരു ഗുഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ക്ഷമയ്ക്ക് ഒരു കാര്യം അച്ചീവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ക്ഷമയ്ക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ടുള്ള ആ മോട്ടിവേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇറ്റ്സ് റിയലി ഗുഡ് that you were able to do well done, and your friend I think is a really good friend. അത്രയും മോട്ടിവേഷൻ തരാനായിട്ട്. അപ്പൊ ഇതിന്റെ കൂടെ യുവർ ഹസ്ബൻഡ് ആൻഡ് ഇപ്പം യുവർ സൺ എത്ര വയസ്സുണ്ട് മോനിപ്പം? 7 years. ഓക്കെ. അപ്പം അവര് രണ്ടുപേരും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അവരാണ് കട്ട സപ്പോർട്ട്. ഇപ്പോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ഫസ്റ്റ് എന്റെ മോൻ എഡിറ്റ് ചെയ്ത് എനിക്ക് ഇന്നും അറിയത്തില്ല. ഇപ്പം ഹസ്ബൻഡ് ആണ് ചെയ്യുന്നത്. സോ ദേ റിയലി സപ്പോർട്ട് മീ ടു ഡു ഓൾ ദാറ്റ്. സോ 10 days ഒക്കെ ഞാൻ ട്രാവൽ ചെയ്യുന്നുണ്ട് ഇപ്പോ. അപ്പം അവനെ ഇവിടെ വിട്ടിട്ടാണ് ഞാൻ ട്രാവൽ ചെയ്തിട്ട് വരുന്നത്. സോ ഹി ടേക്സ് കെയർ ഓഫ് ദാറ്റ്. ഓക്കെ, അത് കൊള്ളാം. നൈസ്. അപ്പൊ ഒരു ഫാമിലി എഫേർട്ട് ആണ് അല്ലെ? അതെ. വിത്തൗട്ട് ദാറ്റ് ആക്ച്വലി നത്തിങ് ഈസ് പോസിബിൾ. നമുക്ക് ഇവിടെ ആ ഒരു ഇറിറ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫൈനലി വി വിൽ ചൂസ് ദ ഫാമിലി ആൻഡ് ലീവ് അവർ ഡ്രീം. സോ ആ ഒരു സപ്പോർട്ട് എല്ലാവർക്കും വേണം. അതെ. അപ്പൊ എന്തായാലും മ്യൂച്വൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാക്കാം അല്ലെ? എല്ലാവരും സക്സസ്ഫുൾ ആകും അതില്ല. ഞാനൊന്ന് ചോദിക്കാൻ മറന്നുപോയി, ഷ്യാമയുടെ വെയിറ്റ് എന്തായിരുന്നു പണ്ട്, ഇപ്പം എന്താ വെയിറ്റ്? ആൻഡ് യു ഹാവ് എൻ എയിമിംഗ് ഫോർ another, there's a goal weight, അല്ലെങ്കിൽ have you reached your goal weight? No, I haven't reached that goal weight. I started from 95. Now it is 73. എനിക്ക് 68 ആണ് ഫസ്റ്റ് ഗോള്. അത് കഴിഞ്ഞിട്ട് 65 അതും കൂടെ എത്തണം എന്നുണ്ട്. പക്ഷെ 68 I have to reach. Good luck with that. അപ്പം ഇതിന്റെ ഒക്കെ കഴിഞ്ഞ് ഈ ബ്രഹ്മത്താൽ വാട്ട് വാസ് ദാറ്റ് ലൈക്ക്? ഐ മീൻ എന്തായിരുന്നു അതിന്റെ പ്രിപ്പറേഷൻ മെന്റലി ആൻഡ് ഫിസിക്കലി? ആ ഐഡിയ എവിടുന്ന വന്ന ആദ്യമേ ഈ ബ്രഹ്മത്താൽ ട്രെക്ക് ചെയ്യണം എന്ന് ഉള്ളത്? പിന്നെ അതിന്റെ കൂടെ ഈ ഹിമാലയസിൽ പോകണം എന്നുള്ള ഐഡിയ എവിടുന്ന വന്നത്? ആൻഡ് അതിനെങ്ങനെയാ പ്രിപ്പയർ ചെയ്തത്? അതിന്റെ ആ മെന്റൽ ആറ്റിറ്റ്യൂഡ് എന്തുവായിരുന്നു ഇത്രയും ഇത് ചെയ്യാനായിട്ട്? ഞാൻ ആ റണ്ണിങ് തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ ചെറുതായിട്ട് ആ ഒരു വാവ് മൊമെന്റ് ഹാപ്പിനെസ് വരുന്നുണ്ട്. ഓരോ ഇവന്റും കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഓടി ആ ഫിനിഷ് ലൈനിൽ കയറുന്ന ഒരു മൊമെന്റ്, അത് നമുക്ക് വാക്കിൽ പറയാൻ പറ്റത്തില്ല. അത് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതില്ല. അപ്പം എനിക്ക് തോന്നി ഇതുപോലൊരു ട്രക്ക് ചെയ്ത് ഞാനൊരു പീക്കിൽ കയറുമ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫീൽ എന്തായിരിക്കും, എവിടുന്നാ എക്സാക്ട്ലി ട്രിഗർ വന്നതെന്നറിയില്ല. ആ പീക്കിന്റെ മുകളിൽ കയറി ആ സബ്മിറ്റിൽ എത്തുന്ന ഒരു ഫീൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊരു ഭയങ്കര ആഗ്രഹമായി. അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ തുടങ്ങി. ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, വർക്ക്ഔട്ട് പ്ലാൻ ചെയ്തു. അങ്ങനെ എന്നിങ്ങനെ ഒരു ഡ്രീം ഉണ്ടെന്ന് ഞാനൊരു ഫ്രണ്ടിന്റെ അടുത്ത് ഷെയർ ചെയ്തപ്പോഴാണ് പുള്ളിക്കാരിയും കൂടി ഷീ ഓൾസോ ഡിഡ് സം ഓൺലൈൻ വർക്ക്ഔട്ട് സെഷൻസ്. 5 kilometers 35 minutesൽ താഴെ ഓടണം. അതൊരു ക്രൈറ്റീരിയ ആണ്. അതുണ്ടെങ്കിൽ മാത്രമേ, പിന്നെ BMI ഷുഡ് ബി ലെസ് ദാൻ 27. അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അത് അച്ചീവ് ചെയ്താലേ നമുക്കിത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ആഫ്റ്റർ രജിസ്റ്ററിങ് യു ഹാവ് ടു ഗീവ് ദ സ്ട്രാവ ലിങ്ക്, എല്ലാത്തിന്റെയും പ്രൂഫ്, പിന്നെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് എല്ലാം വേണം. അത് കഴിഞ്ഞിട്ട്
ട്രാവൽ ചെയ്യുന്നതിന് ഒരാഴ്ച മുന്നേയും എഗെയിൻ ഒരിക്കൽ കൂടെ യു കണ്ടിന്യൂസ്ലി ഹാവിങ് ദാറ്റ് എന്നുള്ളതിന് ഒരിക്കൽ കൂടി ഇത് പ്രൂഫ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് 5 കിലോമീറ്റേഴ്സ് റെപ്പറ്റീഷൻ ആയിട്ട് ഓടി ഓടി ആ ഒരു പേസ് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവന്നായിരുന്നു. ലാസ്റ്റ് ഒരു 1 മന്ത് ട്രാവലിന് 1 മന്ത് ബിഫോർ എല്ലാ ഷുഗറും കട്ട് ചെയ്തു. കാരണം ഷുഗർ കട്ട് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി നമ്മുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യും. വിത്ത് എക്സ്പീരിയൻസ് ആണ്. മെഡിക്കലി എങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ വിത്ത് എക്സ്പീരിയൻസ് ഐ ക്യാൻ സേ ലൈക്ക് അതിന് ഭയങ്കര പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് ഉണ്ട്. സോ അത് കട്ട് ചെയ്തു. ഫുഡ് കെയർഫുൾ ആയിരുന്നു. പുറത്തുനിന്നൊന്നും കഴിക്കാതെ അസുഖം വരാണ്ട് അങ്ങനെ ഒരു കെയർ എടുത്ത് പോയായിരുന്നു. ഫിസിക്കൽ ഫിറ്റ്നസിന് അതാണ് ചെയ്തത്. പിന്നെ മെന്റൽ ഫിറ്റ്നസും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ ഞാൻ അവിടെ പോകുന്നതും അവിടെ കേറുന്നതും ആ കഷ്ടപ്പാടാണെങ്കിലും ലാസ്റ്റ് കേറുന്നത് ഞാനിങ്ങനെ വീണ്ടും 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 ഡ്രീം ചെയ്ത് അതിനോട്ട് എന്നെ മെന്റലി പ്രിപ്പയർ ചെയ്യുമായിരുന്നു. എനി ഹാർഡ്ഷിപ്പ് ഇറ്റ് വിൽ കം, ഐ വാസ് ഷുവർ ലൈക്ക് ഐ വിൽ റീച്ച് ദെയർ. ആ ഒരു മെന്റൽ പ്രിപ്പറേഷൻ ആവശ്യമാണ്. എല്ലാം കൂടെ കൊണ്ട് പിന്നെ ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചു. അങ്ങനെ ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു പോവാൻ വേണ്ടിയിട്ട് എല്ലാ രീതിയിലും. അപ്പൊ ഇതിന്റെ കൂടെ യു ഹാഡ് ടു ഡു ഹെൽത്ത് ചെക്ക് ചെയ്തിരുന്നു? ബിക്കോസ് നമ്മൾ കേൾക്കുന്നുണ്ട് ഈ ഹിമാലയസ് ഒക്കെ ക്ലൈമറ്റ് എത്ര പീക്ക് ഓഫ് ഹെൽത്ത് ഉള്ള ആൾക്കാർ ഇങ്ങനെ യൂസൈഡ് ഈ 5 കിലോമീറ്റേഴ്സ് അണ്ടർ 35 മിനിറ്റ്സ് ഓടാനോ അതിനെക്കാട്ടും സ്പീഡിൽ ഓടാനുള്ള ആൾക്കാരൊക്കെ കയറുന്നുണ്ട്. പക്ഷെ ആ മല കയറുന്ന ഒരു ഇതിന്റെ ഒരു വേറെ ഒരു ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് അല്ലേ ഫ്രം ആക്ച്വലി റണ്ണിങ് ഓൺ ഫ്ലാറ്റ് സർഫസ് ഓർ ഇച്ചിരി ഹില്ലി സർഫസ്. ബിക്കോസ് നമ്മൾ അത് ഒന്ന് അതിന്റെ ടെറെയിൻ വെരി അൺഈവൻ ടെറെയിൻ ആണ്. രണ്ട്, നമ്മൾ കയറും തോറും ആ ഓക്സിജൻ ലെവൽ കുറയുന്നുണ്ട്. നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള ഓക്സിജൻ ലെവൽ കുറയുന്നുണ്ട്. അപ്പൊ ആ ഇതില് നമ്മുടെ ഹാർട്ടിന് സ്ട്രെസ് ഉണ്ടാകാം, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പം അതിന് ഡിഡ് യു ഹാവ് പ്രൊഫഷണൽ ഡോക്ടർ ഹെൽപ്പ് ഉണ്ടായിരുന്നോ? അതൊക്കെ ചെക്ക് ചെയ്തോ? ഫുൾ ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ടാണോ പോയത്? ഓക്സിജൻ ലെവൽ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവരും തന്നെയും ഇന്ത്യ ഹൈക്സിൽ രജിസ്റ്റർ ചെയ്തിട്ടാണ് ഞാൻ പോയത്. അവർ ഓരോ ദിവസവും ബിപി ചെക്ക് ചെയ്യും, ഓക്സിജൻ ലെവൽ ചെക്ക് ചെയ്യും. ഓക്സിജൻ ലെവൽ 92ന് താഴെയാണെങ്കിൽ ദേ വിൽ നോട്ട് അലോ യു ടു ഗോ ഫർദർ. അവിടുന്ന് നമ്മൾ താഴോട്ട് മ്യൂളിൽ ട്രാൻസ്ഫർ ചെയ്യുക ചെയ്യുന്നത്. സോ ദാറ്റ് ദേ ടേക്ക് കെയർ. പിന്നെ ശരിക്കും ബ്രഹ്മത്താൾ ഈസ് നോട്ട് ദാറ്റ് ആൻ എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് വൺ. അങ്ങനെ ഒരു ട്രക്ക് ആക്ച്വലി എൻ്റെ ഡ്രീമിലുണ്ട്, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ പോരാ, അതിന് പ്രോപ്പറായിട്ടും അക്ലിമറ്റൈസ് ചെയ്ത് പോകണം. അതിനായിട്ട് ജിമ്മി ജോർജിൽ, ട്രിവാൻഡ്രത്ത് ജിമ്മി ജോർജിൽ ഒരു സെന്റർ ഉണ്ട്, ആസ്ട്ര എന്ന് പറഞ്ഞിട്ട്. ആ സെന്ററിൽ ആക്ച്വലി 1 മന്തിന്റെ ട്രെയിനിങ് ഞാൻ എടുത്തു, ഹൗ ദാറ്റ് ഫീൽസ് എന്നുള്ളത് മനസ്സിലാക്കാൻ. ബിഫോർ ദ ട്രാവൽ ഒരു 2-3 മന്ത്സ് ഞാൻ അവിടെ ട്രെയിനിങ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. അവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആർട്ടിഫിഷ്യലി ഓക്സിജൻ ലെവൽ അതിനനുസരിച്ച് മാറ്റും. അപ്പോൾ ഏത് ലെവലിലോട്ടാണോ ആ ലെവലിലോട്ടുള്ള ഓക്സിജൻ ലെവൽ ഇങ്ങനെ കുറച്ച് 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 അവർ പടിപടിയായിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് ബോഡീനെ ട്രെയിൻ ചെയ്യിക്കും. അതിനകത്ത് നിന്ന് വർക്കൗട്ട് ചെയ്യാം, അതിനകത്ത് വേണമെങ്കിൽ കിടന്നുറങ്ങാം. അങ്ങനെ നമ്മുടെ ബോഡി ഓൾറെഡി അക്ലിമറ്റൈസ് ആയിട്ടാണ് പോകേണ്ടത്. അപ്പം ഇതിന് മെല്ലെ മെല്ലെയാണ് നമ്മൾ കയറുന്നത്. നടന്ന് കയറുമ്പോഴത്തേക്കും ഭയങ്കര സ്ലോ ആയിട്ട് പറഞ്ഞ പോലെ നമ്മൾ എത്ര സ്പീഡിൽ ട്രാക്കിൽ ഓടുന്നു ഡസന്റ് മാറ്റർ. ഇവിടെ മെല്ലെ കയറാൻ പറ്റൂ. സ്പീഡിൽ കയറിയാൽ തന്നെ ഓക്സിജൻ ലെവൽ പെട്ടെന്ന് പെട്ടെന്ന് കുറയും. അത് ഡേഞ്ചറസാ. മെല്ലെ കയറാൻ പാടുള്ളൂ. ഈവൻ ഇഫ് യു ക്യാൻ മേക്ക് മോർ ഫാസ്റ്റർ, അത് തനിയെ ബോഡി യൂസ്ഡ് ആയി വരും. ബ്രഹ്മത്താൾ വരെ ഓക്കെയാണ്. അതിന്റെ നെക്സ്റ്റ് ലെവൽ ഒരു ട്രക്ക് പോകുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ ട്രെയിൻ ചെയ്തിട്ട് പോകണം. ദാറ്റ് ഇസ് വാട്ട് ഐ എം ട്രൈങ് നൗ. ഓക്കെ. അപ്പൊ അതാണോ നെക്സ്റ്റ് ഗോൾ? ആണ് ബേസ് ക്യാമ്പ് എത്താൻ? ബേസ് ക്യാമ്പ് ഒരെണ്ണമുണ്ട്, പിന്നെ ഗ്രേറ്റ് ലേക്സ് ഓഫ് കശ്മീർ പോകണം. അതൊരു ടഫ് ആയിട്ടുള്ളതാണ്. ഓ, അതും ഭയങ്കര ഹൈ ആണോ? എത്ര ഫീറ്റ് ഹൈ ആണ്? ഭയങ്കര ഹൈ ഓൾട്ടിറ്റ്യൂഡ്, 15,000. ഇത് 12,250 ആണ്, അത് 15,000. ഗുഡ് ലക്ക് വിത്ത് ദാറ്റ്. താങ്ക് യു, താങ്ക് യു. വാട്ട് അഡ്വൈസ് ക്ഷാമ കൊടുക്കും ഇങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യാനുള്ള ആൾക്കാര്? അല്ലെ ഇങ്ങനത്തെ റേഷൻ കടയാണോ അല്ലെങ്കിൽ കമ്പാണോ അങ്ങനെ ലൈക്ക് അങ്ങനത്തെ കമന്റ്സ് കിട്ടുന്ന ആൾക്കാരോട് വാട്ട് അഡ്വൈസ് വുഡ് യു ഗിവ്? ഈ മൈൻഡ് സെറ്റും നമ്മുടെ മൈൻഡ് സെറ്റും നമ്മുടെ ആറ്റിറ്റ്യൂഡും സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് വാട്ട് വുഡ് യു സേ അവർ ചെയ്യണം എന്ന്? ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറഞ്ഞു വെച്ചാൽ, എനിക്ക് ഈ വീട്ടിന്റെ ഫ്രണ്ടിലത്തെ റോഡിൽ ഇറങ്ങി ഓടാൻ പറ്റത്തില്ലായിരുന്നു 4 വർഷം മുന്നേ. ഭയങ്കര ചമ്മലായിരുന്നു. നോക്കി നിൽക്കുന്ന എല്ലാവരെയും കണ്ട് ഞാൻ പേടിച്ചു. എന്നിട്ട് പിന്നെ ഞാൻ ഫുൾ ടീഷർട്ടും ഇട്ട് പതുക്കെ നടക്കാൻ തുടങ്ങി. അങ്ങനെ ചുറ്റിനുള്ള എല്ലാവരും ഇങ്ങനെ പേടിച്ച് പേടിച്ച് അവർ പറയുന്ന കമന്റ്സ് ഒക്കെ സീരിയസ് ആയിട്ട് എടുത്ത് ജീവിച്ചിരുന്നു ഒരു സമയത്ത്. പക്ഷെ അതൊന്നും കാര്യമില്ല എന്നുള്ളതൊരു റിയലൈസേഷൻ നമുക്ക് തനിയെ വരും. അതിന് റോഡിൽ ഇറങ്ങി ഓടണം. വർക്കൗട്ട് സെഷൻസ് ഒക്കെ വീട്ടിൽ ചെയ്ത് വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിലും ഐ അഡ്വൈസ് എവ്രി വൺ ടു ഹിറ്റ് ദ റോഡ് ആൻഡ് റൺ. എല്ലാവരും നോക്കിക്കോട്ടെ, അന്തമിട്ട് നോക്കട്ടെ. 3 ദിവസമേ നോക്കത്തുള്ളൂ. യു ഡു വാട്ട് എവർ മേക്സ് യു ഹാപ്പി വിത്തൗട്ട് ഹേർട്ടിങ് എനിവൺ. ദാറ്റ്സ് ഓൺലി വൺ മോട്ടോ ഐ ഫോളോ. ഇപ്പോ ഞാൻ സൈക്ലിംഗ് ചെയ്ത് വരുമ്പം ആ കുഞ്ഞു ഷോർട്സ് ഇട്ടിട്ടൊക്കെ ഞാൻ വരുമ്പോഴത്തേക്കും ഇപ്പോഴും അവർ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അതേ തുറിച്ച കണ്ണുകളോട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അവർ മാറുന്നില്ല. അവർക്ക് വേറെ പണിയൊന്നുമില്ല. അവിടെ നിന്ന് നോക്കിയാൽ മതി. പക്ഷെ എനിക്കിപ്പോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്.
ഞാൻ അവരെ ഒന്നും പേടിക്കുന്നില്ല ഇപ്പൊ. അവര് തുറിച്ചു നോക്കിയാലും അവര് പറയുന്ന കമന്റും എനിക്കിപ്പോ അത് വിഷയമല്ല. എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും. എന്നെ എന്തെല്ലാം സന്തോഷമായിട്ട് നിർത്തുന്നുണ്ടോ അതെല്ലാം ഞാൻ ചെയ്യും. ആ സന്തോഷം ഞാൻ എല്ലാവരിലോട്ടും സ്പ്രെഡ് ചെയ്യാനും ആഗ്രഹിക്കുക. ലിസൺ ടു യുവർ ഹാർട്ട്. ഡു വാട്ടെവർ യു വാണ്ട് ടു ഡു വിത്തൗട്ട് ഫിയറിംഗ് എനിവൺ. യു ഷുഡ് നോട്ട് ബി ഹർട്ടിങ് സമ്മൺ. അത്രമാത്രം നമ്മൾ നോക്കിയാൽ മതി. അതിനാരെയും സ്റ്റോപ്പ് ചെയ്യാൻ സമ്മതിക്കരുത്. പിന്നെ അത് മാത്രമല്ല, ആർക്ക് പറയാന്നുള്ള ഒരു എക്സാമ്പിളും എന്റെ ലൈഫിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഹെൽത്ത് ഇഷ്യൂ കാരണമാണ് ഞാൻ വണ്ണം വെക്കുന്നത്. അത് ഞാൻ ഗോ ത്രൂ ചെയ്തതാണ്. എനിക്ക് ഭയങ്കര വണ്ണമാണ്, എനിക്ക് ഓടാൻ പറ്റത്തില്ല. എനിക്ക് ഭയങ്കര തിരക്കാണ്, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഐ ആം എ വർക്കിംഗ് മദർ, വർക്കിംഗ് ഇൻ ഐ ടി കമ്പനി, ടേക്കിംഗ് കെയർ ഓഫ് മൈ ഫാമിലി, മൈ സൺ. ഇതിന്റെ ഇടയിൽ ഇഫ് ഐ ഹാവ് ടു വേക്ക് അപ്പ് മൈ സൺ ബൈ 6:30, ഐ എൻഷുർ ലൈക്ക് ഐ ഗോ റൺ അറ്റ് 5 o'clock, കം ബാക്ക് ബൈ 6:30 ആൻഡ് വേക്ക് ഹിം അപ്പ്. നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ. അതാരും നമുക്ക് ചെയ്തു തരത്തില്ല. വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് അവർ സെൽഫ്. ദാറ്റ്സ് വാട്ട് എനിത്തിങ് യു ഡു. ഏത് ഡോക്ടറിന്റെ അടുത്ത് ഏത് പ്രോബ്ലത്തിനെ കുറിച്ച് സംസാരിച്ചാലും അവർക്ക് മെയിൻ അഡ്വൈസ് എക്സസൈസ് ചെയ്യണം തന്നെയാണ്. ഈവൻ ക്യാൻസർ, എന്റെ ഫ്രണ്ട്സ് ഓങ്കോളജിയിലുണ്ട്, അനസ്തീഷ്യ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അവരെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, എക്സസൈസിനെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു മിറക്കിൾ ഉണ്ടാക്കാൻ പറ്റത്തില്ല. യു ഹാവ് ടു ടേക്ക് അപ്പ് എക്സസൈസ് ആസ് സംതിങ് ഇൻ യുവർ ലൈഫ്. നമ്മൾ പല്ല് തേക്കുന്ന പോലെ, ദിവസവും ആഹാരം കഴിക്കുന്ന പോലെ നമ്മുടെ പാർട്ടായിരിക്കണം. അതൊരു ഗോൾ അല്ല, അതൊരു വേ ഓഫ് ലൈഫ് ആകണം. then it will bring a miracle in your life. ഈ എക്സസൈസ് നമ്മൾ പറയുന്ന പോലെ എല്ലാ ദിവസവും പോയി ജിമ്മിൽ പോയി വെയിറ്റ് എടുക്കുന്നതും 5 കിലോമീറ്റർ ഓടുന്നതും അങ്ങനെയൊക്കെ വേണ്ട. നമുക്ക് സൂട്ട് ചെയ്യുന്ന ആ ടൈപ്പ് എക്സസൈസ് അല്ലെ. വെയിറ്റ് ലോസ് ആണെങ്കിൽ ഒരു ന്യൂട്രീഷൻ പ്ലാനും വെയിറ്റ് ലോസ് എക്സസൈസും ചെയ്യണം. പക്ഷെ ജനറൽ ഹെൽത്തിന് നമ്മൾ ഒരു എല്ലാ ദിവസവും ഒരു സൂര്യ നമസ്കാരം, ഒരു 5 സൂര്യ നമസ്കാരം ചെയ്താലോ, അല്ലെങ്കിൽ ഒരു 10,000 സ്റ്റെപ്സ് നടന്ന് എല്ലാ ദിവസവും 10,000 സ്റ്റെപ്സ് നടന്നാൽ, അത് റെഗുലർ എല്ലാ ദിവസവും 10,000 സ്റ്റെപ്സ് ചെയ്താൽ അതും നമുക്ക് നമ്മുടെ ഫുൾ ബോഡിക്ക് നല്ല ഹെൽപ്പാണ് അല്ലേ. അപ്പം ഇറ്റ്സ് നോട്ട് ഡിഫിക്കൽട്ട് ടു ഡു ഇറ്റ്. നമ്മൾ ഏത് വയസ്സായാലും നമ്മൾ അത് ചെയ്യണം. ഞാൻ ഇവിടെ വന്നിട്ട് ട്രെയിനിൽ കയറുമ്പം, ട്യൂബിൽ കയറുമ്പം നമ്മൾ ചില സ്ഥലത്ത് സ്റ്റെപ്സേ ഉള്ളൂ, ചില സ്ഥലത്ത് എസ്കലേറ്റർ ഉണ്ട്. പക്ഷെ നമ്മൾ നടന്ന് യു ടു ഗോ ഡൗൺ, അണ്ടർഗ്രൗണ്ടിൽ പോയി പ്ലാറ്റ്ഫോമിൽ നടക്കണം, അങ്ങനെയൊക്കെ. ഇവിടെ വന്ന് ഞാൻ 50 years പ്ലസ് ആയിട്ടുള്ള ആൾക്കാർ, 70 years പ്ലസ് ഉള്ള ആൾക്കാരായി ഒക്കെ ഞാൻ കാണുന്നുണ്ട്. അവരൊക്കെ എന്ത് ഈസി ആയിട്ടാണ് നടക്കുന്നത്. നമ്മൾ വളർന്നപ്പം 50 years എന്ന് ഇന്ത്യയിൽ പറഞ്ഞാൽ അവരെല്ലാം വയസ്സായ ആൾക്കാർ. ഓ, എൻ്റെ പിള്ളേരെ എനിക്കറിയത്തില്ല, എന്താ ചെയ്യണേ, ഞാൻ ഇവിടെ ഇരിക്കാം, എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരും, അങ്ങനത്തെ ഒക്കെ ടൈപ്പാണ് അല്ലെ. ഇപ്പൊ ഞാൻ വയസ്സായി, ഇനി നിങ്ങളെല്ലാം ചെയ്ത്. പക്ഷെ ഞാനൊരു യോഗ ക്ലാസ്സിൽ പോയി, അവിടെ ഒരു ഐ തിങ്ക് 75 or 80-year-old ലേഡി, ശരിക്കും ബോൺസ് ഒക്കെ ഇങ്ങ് ആ വയസ്സായ ആൾക്കാരുടെ ഫിസിക്ക് കാണത്തില്ല, എനിക്ക് തോന്നുന്നു അതിപ്പോ പൊടിഞ്ഞു പോകും അത്രയൊക്കെ. Exactly. അവരുടെ കാലെടുത്ത് അവരുടെ തലയുടെ പുറകെ വെച്ചു. എനിക്കാണെങ്കിൽ എന്റെ കാല് പൊക്കാൻ പോലും വയ്യായിരുന്നു. അപ്പം ഐ വാസ് സോ അമേസ്ഡ് അറ്റ് ദാറ്റ്. അപ്പം ആൻഡ് അവരുടെ ആ മെന്റൽ ആറ്റിറ്റ്യൂഡ്, ആ എക്സസൈസ് ചെയ്യുന്നതിൽ അവരുടെ ആ മെന്റൽ ആറ്റിറ്റ്യൂഡ് വാസ് സോ അമേസിങ്. അപ്പം എല്ലാവരും എന്തേലും ഒരു ടൈപ്പ് എക്സസൈസ് ചെയ്യണം എല്ലാ ദിവസവും. ഞാൻ പറയുക, പക്ഷെ ഞാനും കുറെ TV കാണും. പക്ഷെ വൈകിട്ട് വന്ന് ചുമ്മാ TV കാണുന്നതിന് പകരം കുറച്ചു നേരം ഒന്ന് നടന്നൊക്കെ വന്ന് ഇരുന്ന് പിന്നെ അത് കഴിഞ്ഞ് TV കാണുന്നത് പ്രശ്നമില്ല. പക്ഷെ ഒരു കാര്യം ഞാനൊന്ന് പറയാനോ വിചാരിക്കാൻ വെച്ചിട്ട്, വെയിറ്റ് ലോസ് ഒന്നും മാത്രമായിട്ട് ഈ ഫിറ്റ്നസിനെ റെസ്ട്രിക്ട് ചെയ്യരുത്. കാരണം എന്റെ കൂടെ വർക്ക്ഔട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. ഇപ്പൊ നമ്മളൊരു 55 പേര് ഒരുമിച്ച് ഓൺലൈൻ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അതില് ഭയങ്കര മെലിഞ്ഞിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ദേ ആർ നോട്ട് ഫിറ്റ്. ദേ കനോട്ട് വാക്ക് ഫോർ 2 kilometers. അപ്പൊ അവരെ കണ്ടാല് ഇത് നിങ്ങൾ ഇനി എന്തിനാ എക്സസൈസ് ചെയ്യുന്നത്, ഇനി നിങ്ങൾ മാഞ്ഞു പോകും, അതാ ഡയലോഗ് കേട്ടത്. പക്ഷെ ഞാൻ അവരുടെ അടുത്ത് പറയായിരുന്നു, ഡസന്റ് മാറ്റർ, നിങ്ങൾക്ക് കൊളസ്ട്രോൾ വന്നാലാണ് കൂടുതൽ പ്രശ്നം. കാരണം ഫാറ്റി ആയിട്ടുള്ളവർക്ക് കൊളസ്ട്രോൾ വരുന്നതിനേയും കാട്ടിലും പ്രശ്നം കൂടുതലാണ് ഭയങ്കര സ്ലിം ആയിട്ടുള്ളവർക്ക് വരുന്നത്. അപ്പം ഇഫ് യു ആർ ലുക്കിംഗ് സ്ലിം ഓർ തിൻ, ഡസന്റ് മാറ്റർ. ഇഫ് യു ആർ നോട്ട് ഹെൽത്തി, യു ഹാവ് ടു ബി ഫിറ്റ്. അത് വണ്ണമാണോ മെലിഞ്ഞിട്ടാണോ എന്നുള്ളതല്ല. അതേപോലെ തന്നെ കൂടെ വർക്ക്ഔട്ട് ചെയ്യുന്നവരിൽ തന്നെ 60 years ആയിട്ടുള്ള ഒരു മാം ഉണ്ട്. ആ മാമും ഞാനും കൂടെ ഒരു മാസം മുന്നെയാണ് 100 kilometer റൈഡ് ചെയ്തത്, സൈക്ലിംഗ്. മാമിന്റെ ഫസ്റ്റ് 100 kilometer ഞാൻ സപ്പോർട്ട് ചെയ്തതാ. അപ്പം അത് കുറച്ച് പേരുണ്ട് അവിടെ. പക്ഷെ ഇന്നു പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആ ഒരു കൾച്ചർ വരുന്നില്ല. ആ ഒരു 40 വയസ്സാവുമ്പോഴേ ഓക്കെ ഇച്ചിരി വയസ്സായി തുടങ്ങി, 50 ആകുമ്പോൾ ഓക്കെ വയസ്സായി, ഇനി 60 ആയി കഴിഞ്ഞാൽ ഇനി എപ്പോഴാണ് മരിക്കുന്നതെന്ന് കാത്തിരുന്നാൽ മതി. ആ ഒരു ആറ്റിറ്റ്യൂഡിനാണ് ചേഞ്ച് വരാണ്ട്. നമുക്ക് ഹെൽത്തി ആയിട്ട് എത്ര നാള് ജീവിക്കുന്നോ അത്ര നാള് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്തിട്ട് ഒരാളുടെ സഹായം ചോദിക്കാണ്ട് സന്തോഷമായിട്ട് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റണം. അതെ. ഇപ്പം നമ്മൾ നമ്മുടെ ഓൺ ആറ്റിറ്റ്യൂഡിനെ പറ്റി സംസാരിച്ചു. ഇപ്പം എന്ത് അഡ്വൈസ് ഉണ്ട്
ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് പറയാനായിട്ട് ഈ മൈൻഡ് സെറ്റ് മാറ്റാനായിട്ട് അഡ്വൈസ് ഉണ്ടോ? ഡെഫിനറ്റ്ലി ഒരു ടൈം ഇതിനായിട്ട് നമ്മൾ മാറ്റി വെക്കണം. അപ്പൊ നമ്മൾ കലണ്ടറിൽ ഒരു ഷെഡ്യൂൾ ഇടത്തില്ലേ, നമ്മൾ ഒരു ക്ലയന്റ് മീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിനൊരു പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ ദിവസത്തിൽ 1 മണിക്കൂർ നമുക്ക് എക്സർസൈസിനായിട്ട് തന്നെ മാറ്റി വെക്കണം. എന്നിട്ട് അത് ആ ടൈമിൽ അത് സ്റ്റിക്ക് ചെയ്യണം. ഇപ്പം പറ്റത്തില്ല, ഒറ്റയ്ക്ക് പറ്റത്തില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഒറ്റയ്ക്ക് പറ്റത്തില്ലാത്ത ചിലരുണ്ട്. അപ്പൊ നിങ്ങളുടെ ഈക്വൽ മൈൻഡഡ് ആയിട്ടുള്ള ഒരാളെ കണ്ടുപിടിക്കുക. ഡെഫിനറ്റ്ലി നമ്മുടെ സർക്കിളിൽ ഇപ്പൊ എനിക്ക് ആ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്ന പോലെ നമ്മുടെ സർക്കിളിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടാവും. നമ്മൾ അതൊന്ന് ഷെയർ ചെയ്യുമ്പോൾ അവർക്കും സന്തോഷമായിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു ടൈം തീരുമാനിച്ച് ഓൺലൈൻ വർക്കൗട്ട് ചെയ്യാം. നമ്മളിപ്പോൾ അതാ ചെയ്യുന്നത്. ലോക്ക്ഡൌൺ ആയി, നമുക്ക് പുറത്ത് പോയി ഓടാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ 6 മണിയാകുമ്പോൾ രാവിലെ ഓൺലൈനിൽ വന്നിരിക്കും. എന്നിട്ട് വി ഡു അവർ വർക്കൗട്ട്. അതുപോലെ ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. ആ ഗ്രൂപ്പിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ്. So you find out what works for you, but somehow you have to do that alone or with a group. Somehow you have to do that. അത് ഡെയിലി ചെയ്യണം. ഞാൻ ഈ വെയിറ്റ് എത്തും, ആ വെയിറ്റ് വരെ ഞാൻ ചെയ്യും, പിന്നെ വിട്ട് കളഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ് ഷുഡ് ബി പാർട്ട് ഓഫ് യുവർ ലൈഫ്. അപ്പം ശ്യാമ നേരത്തെ പറഞ്ഞ പോലെ വെയിറ്റ് ലോസ് മാത്രമായിട്ടല്ല, ഒരു ഹോൾ വെൽബീയിങ് ഹെൽത്തിന് വേണ്ടിയായിട്ടുള്ള എക്സസൈസ് ചെയ്യണം. ആദ്യം വേണമെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യാം, പക്ഷെ അത് കഴിഞ്ഞിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ ഇതിന്റെയൊക്കെ കൂടെ ഈ ഡയറ്റ് ചെയ്തത് ഷാമയ്ക്ക് അത് എത്ര ഈസി ആയിരുന്നു ടു ഫോളോ? ന്യൂട്രീഷൻ പ്ലാൻ ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷെ മോനുണ്ട്, ഭർത്താവുണ്ട്, അവർക്ക് വേറെ ഉണ്ടാക്കണമായിരുന്നോ? അല്ലെ എല്ലാരും ഡിസൈഡ് ചെയ്തോ നിങ്ങൾ എല്ലാരും ഒരു ടൈപ്പ് ഓഫ് ഫുഡാണോ കഴിക്കുന്നത്? ഞാൻ ആദ്യം എൻ്റെ ഒരു മിസ്റ്റേക്ക് പറയാം. ഞാൻ ഓടാൻ തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ഒരു ധാരണ എന്താ വെച്ചാൽ, ഞാൻ ഓടുവാണ് ദിവസവും ഇറങ്ങി. അപ്പൊ എൻ്റെ കാലറി മുഴുവൻ അങ്ങ് കത്തി തീരുക, എന്ത് വേണേലും കഴിക്കാം എന്നുള്ളൊരു ഭയങ്കര ഒരു മിസ്കോൺസെപ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യത്തെ ഒരു 2 വർഷം ഞാൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. വിത്തൗട്ട് എ കറക്ഷൻ 400-500 കാലറീസ് മാക്സിമം ബേൺ ആവും രാവിലെ തോട്ടത്തിൽ നിന്ന്. പക്ഷെ അത് ഒറ്റ ചീസ് കേക്കിൽ 1500 കാലറി തിരിച്ചു കയറും. അതിങ്ങനെ കണ്ടിന്യൂ ആയി പൊക്കോണ്ടേയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു 2 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു വ്യത്യാസം കാണുന്നില്ലല്ലോ എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് അത് റോങ് ആയിരുന്നു എന്ന്. അപ്പൊ എന്ത് വർക്കൗട്ടിന്റെയും കൂടെ ഡയറ്റ് പ്ലേസ് ആൻഡ് വെരി ഇമ്പോർട്ടന്റ് റോൾ. അത് വേണം. ഡയറ്റ് എന്ന് പറയുമ്പം ഐ ഡോണ്ട് ബിലീവ് ഇൻ എ ഒരു 1 മന്ത് 2 മന്ത് കോഴ്സ്. അത് വർക്കൗട്ട് ആകത്തില്ല. നമ്മൾ എത്രയും ബേൺ ആവുന്നുണ്ട് അവിടെ എല്ലാം ഇങ്ങനെ ഹോൾസ് ആയിട്ട് ഇരുന്നിട്ട് എപ്പോൾ ഫുഡ് വരുന്നുണ്ടോ അതെല്ലാം പെട്ടെന്ന് ഫിൽ ആവും. അത് വർക്കൗട്ടേ ആകത്തില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് എന്ത് കൊണ്ടുപോകാൻ പറ്റുമോ അതാണ് നമ്മൾ നോക്കുന്ന കറക്റ്റ്. അപ്പൊ ഞാൻ ബേസിക്കലി ചെയ്തു വെച്ചാൽ ഞാൻ ഷുഗർ കട്ട് ചെയ്തു. ഷുഗർ കട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ ഷുഗർ കഴിക്കുന്നേ ഇല്ലെന്നല്ല, ദിവസവും കുടിക്കുന്ന ചായയും കാപ്പിയാ, അതിൽ കുടിക്കത്തില്ല. അപ്പം നമ്മൾ അറിയാണ്ട് എല്ലാ ദിവസവും എടുക്കത്തില്ല. നമ്മൾ കഴിക്കുന്ന എന്തെങ്കിലും ഒരു സ്വീറ്റ് കഴിക്കുന്നു വെച്ചാൽ നമ്മുടെ മൈൻഡ്ഫുൾ ആയിട്ട് ഓക്കെ ഐ ആം ഈറ്റിംഗ് ലഡു ഓർ ചീസ് കേക്ക് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അതല്ലാണ്ട് നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലോട്ട് ഇങ്ങനെ എപ്പോഴും ഷുഗർ പോകത്തില്ല. പിന്നെ റൈസ് ഒന്നും കട്ട് ചെയ്യരുത്. കാർബ്സ് നമുക്ക് ആവശ്യമാണ്. ഈ കീറ്റോ ഡയറ്റ് ഒന്നും എന്തുകൊണ്ട് എനിക്ക് എഗ്രി ചെയ്യാൻ പറ്റാത്തതാണ്. നമുക്ക് അങ്ങനെ ഫുൾ ടൈം പ്രോട്ടീൻ തന്നെ വേണ്ട. അത് കിഡ്നിക്ക് സേഫ് ആണോ എന്നൊക്കെ അത് ഡോക്ടേഴ്സ് പറഞ്ഞോട്ടെ. പക്ഷെ എനിക്ക് തോന്നുന്നു വെച്ചാൽ കൺസിസ്റ്റന്റ് ആയിട്ട് എന്ത് കൊണ്ടുപോകാൻ പറ്റും അത് ചെയ്യാം. അപ്പം ചോറുണ്ടാക്കും, മോനും ചോറ് കൊടുക്കണം, അപ്പൊ ചോറുണ്ടാക്കും. ഞാൻ ആ ചോറിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കും. എന്നിട്ട് ഒരു സാലഡും കൂടെ ഉണ്ടാക്കും. എന്നിട്ട് വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കും. അത് ആ ഒരു പ്ലേറ്റിന്റെ ഒരു പ്രൊപ്പോർഷൻ പറയുന്നുണ്ടല്ലോ, അത് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോയാൽ മതി. പിന്നെ ഡിന്നർ പരമാവധി കുറയ്ക്കാൻ നോക്കാം. സൺസെറ്റിന് ശേഷം ഫുഡ് കഴിക്കാതിരിക്കുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അഥവാ വിശക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈം ജ്യൂസ് വിത്ത് സോൾട്ട് അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട്, അതായിരിക്കും നല്ലത്. ഈ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കറക്ഷൻസ് ഉണ്ടല്ലോ, എന്നും ചെയ്യാൻ പറ്റുന്നത്, അതാണ് ഡയറ്റിൽ എന്നും നല്ലത്. അതെ, ബിക്കോസ് നമ്മളിപ്പം നോക്കുമ്പം ഡയറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ എല്ലാവരും ഓർക്കും അയ്യോ ഭയങ്കര ഭയങ്കര എക്സ്പെൻസീവ് ആ ഡയറ്റ് ചെയ്യാനായിട്ട്, ബിക്കോസ് ഒരു സർട്ടൻ ടൈപ്പ് ഓഫ് ഫുഡ് വാങ്ങിക്കണം. അങ്ങനെ നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്ന ഫുഡിൽ നമുക്ക് അതൊരു ഡയറ്റ് ആയിട്ട് ഉപയോഗിക്കാം. ബിക്കോസ് ആദ്യം ക്ഷമ പറഞ്ഞ പോലെ പോർഷൻ കൺട്രോൾ ചെയ്യണം. പിന്നെ അപ്പൊ അതിനുവേണ്ടി നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. ചോറിൽ എത്ര ഷുഗർ ഉണ്ട്, ചപ്പാത്തിയിൽ എത്ര ഷുഗർ ഉണ്ട്, കേരള പൊറോട്ടയിൽ എത്ര ഷുഗർ ഉണ്ട്. അപ്പൊ അതിന്റെ അനുസരിച്ച് അതൊന്ന് റെഡ്യൂസ് ചെയ്തിട്ട് പിന്നെ വെജിറ്റബിൾസ്, പിന്നെ പ്രോട്ടീൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട്. അപ്പൊ അങ്ങനത്തെ നമ്മൾ അത് ചെയ്താൽ ഇറ്റ് വിൽ ഹെൽപ്പ് അസ് അല്ലെ വിത്ത് ആർ വെയിറ്റ് ലോസ്. യെസ്, ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി. കാർബ്സ് കംപ്ലീറ്റ്ലി കട്ട് ചെയ്യണ്ട. അപ്പോഴാണ് നമുക്ക് ക്രേവിങ്ങും കൂടുതലാവുന്നത്. അതെല്ലാം കൺട്രോൾഡ് ആയിട്ട് മൈൻഡ്ഫുൾ ആയിട്ട് കഴിച്ചാൽ മാത്രം മതി. ആൻഡ് കേരള ക്വിസീൻ നല്ല, ബിക്കോസ് നമ്മുടെ ബേസിക് ക്വിസീൻ എന്ന് പറഞ്ഞാൽ എല്ലാം വെജിറ്റബിൾസാ. പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ അത്ര എണ്ണയും ഒഴിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഓയിലിന്റെ പ്രശ്നവും ഇല്ല. ബിക്കോസ് നമ്മളിപ്പം ദാൽ മഖ്നിയോ അല്ലെങ്കിൽ ബട്ടർ ചിക്കൻ അങ്ങനെയൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തൊക്കെ മുഴുവനും ക്രീമും ഒക്കെ ഉള്ളതല്ലേ, അതിന്റെ ലെവൽ ഓഫ് ഓയിൽ. പക്ഷെ നമ്മുടെ അവിയലൊക്കെ ആണെങ്കിൽ അതും നല്ല വെരി ഹെൽത്തി നൈസ് റെഗുലർ വെജിറ്റബിൾസ്, എല്ലാ സീസണൽ വെജിറ്റബിൾസ് വെച്ച് ഉണ്ടാക്കാം. അതിൻ്റെ അകത്ത് 1 ടേബിൾ സ്പൂൺ എണ്ണയല്ലേ ഒഴിക്കുന്നുള്ളൂ അവസാനം.
ബെസ്റ്റ് ആണ്. അതെ, അതെ, അതെ. ഇഡ്ഡലി സാമ്പാർ ദാറ്റ്സ് ദ ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് യു ക്യാൻ ഗെറ്റ്. അതിനകത്ത് കാർബ്സ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, വെജിറ്റബിൾസ് എല്ലാം ഉണ്ട്. അതൊരു കംപ്ലീറ്റ് കോംബോയാ. അപ്പം ശ്യാമയുടെ ഒരു ദിവസത്തെ മീൽ പ്ലാൻ എന്തുവാ? ഞാന് ഓടാൻ പോകുന്ന അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്ന ദിവസം അത് കഴിഞ്ഞ ഉടനെ ഏതെങ്കിലും ഒരു നേരം ഞാനൊരു കോഫി കുടിക്കും. കാരണം എനിക്ക് കോഫി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത് എന്തിനാ കട്ട് ചെയ്യുന്നേ? പണിഷ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ബോഡീനെ. എന്നിട്ട് എന്തെങ്കിലും ഒരു സാലഡ് കഴിക്കും. ചിക്കൻ ബോയിൽഡ് ആയിട്ടുള്ള എന്തെങ്കിലും സാലഡ് കഴിക്കും ബൈ 11 ഓർ 12. എന്നിട്ട് ചോറപ്പം കുറച്ച് കഴിക്കത്തുള്ളൂ. അല്ലെങ്കിൽ സാലഡ് ചോറിന്റെ കൂടെ ആയിരിക്കും കഴിക്കുന്നത്. ഈവനിംഗ് എന്തെങ്കിലും ഒരു സ്നാക്ക് പ്ലസ് ടീ. രാത്രി കഴിക്കത്തില്ല. അപ്പം ബേസിക്കലി 3 നേരം കഴിക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റും കഴിക്കുന്നുണ്ട്, ലഞ്ച് കഴിക്കുന്നുണ്ട്, ഈവനിംഗ് കഴിക്കുന്നുണ്ട്. ഡിന്നറിന് ഏർലി ഡിന്നർ എന്ന് പറയാം. അപ്പൊ എന്തെങ്കിലും കടല വേവിച്ചോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ചിലപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് ഓയിലി സ്നാക്സ് തന്നെ ആയിരിക്കും. അങ്ങനെ എല്ലാം കട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരിതില്ല. സ്വീറ്റ്സും കഴിക്കാറുണ്ട്, ഓയിലി ഫുഡും കഴിക്കാറുണ്ട്. എല്ലാം അറിഞ്ഞ് ലിമിറ്റഡ് ആയിട്ട് കഴിക്കും. അപ്പം ശ്യാമ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പം ഒരു ഡ്രാസ്റ്റിക് ഡയറ്റ് ചെയ്താൽ നമ്മുടെ വണ്ണം എല്ലാം കുറയും ആയിരിക്കും. പക്ഷെ അവിടെ ഒരു കുഴിയുണ്ട്. അത് നമ്മൾ പിന്നെ നോർമൽ ഡയറ്റിലോട്ട് പോകുമ്പോഴത്തേക്ക് അതെല്ലാം പിന്നെ അത് റീഫിൽ ചെയ്യും അല്ലേ? അതുകൊണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും ഒരു റെഗുലർ ഡയറ്റ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കഴിക്കുക. ബിക്കോസ് എനിക്ക് മനസ്സിലായി, ഞാൻ ഡയറ്റ് ചെയ്യാറില്ല. പക്ഷെ ഞാൻ ചിലപ്പോൾ ഓർക്കും, ഓ ഞാൻ ഇങ്ങനെ കഴിക്കണ്ട, ഐ റെഡ്യൂസ് സംതിങ് ഹിയർ ഓർ ദെയർ. പക്ഷെ എനിക്ക് ആ ചോക്ലേറ്റ് തിന്നാൻ എനിക്ക് ആ ക്രേവിങ് വന്നിട്ട് ഞാനത് ചോക്ലേറ്റ് കഴിച്ചില്ലെങ്കിൽ അതിന് പകരം ഞാൻ വേറെ എന്തൊക്കെ റബ്ബിഷ് കഴിക്കും. അപ്പം അതിനെക്കാട്ടും നല്ല ഞാൻ ഒരു കൊച്ചു പീസ് ചോക്ലേറ്റ് തിന്നാം. പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ട. ഐ തിങ്ക് അങ്ങനെയാണ് നമ്മുടെ ഡയറ്റ് നമ്മൾ മാനേജ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് അസ് അല്ലേ? ട്രൂ. നമ്മൾ ആ ബോഡീനെ പണിഷ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ, അതും റിബൽ ആവാൻ തുടങ്ങും. ഓക്കെ, ഐ ആം വിത്ത് യു എന്നുള്ളതിന്റെ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു വിൻ വിന്നിൽ പോവാം. അതെ. പിന്നെ ശ്യാമ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞു. ആ ചാനൽ എന്താ വാട്ട് യു ഡു ഓൺ ഇറ്റ്? ഫിറ്റ്നസ് ആണ് കംപ്ലീറ്റ്ലി. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഈ ഓൺലൈൻ വർക്കൗട്ടിന് വേണ്ടിയിട്ട് കുറച്ച് എക്സർസൈസസ് ചൂസ് ചെയ്തിട്ട് അത് പറയുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ വർക്കൗട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്തിട്ട് അത് പ്ലേ ചെയ്ത് നമ്മൾ ഒരുമിച്ച് വർക്കൗട്ട് ചെയ്തു. അങ്ങനെയാ സ്റ്റാർട്ട് ചെയ്തേ. പിന്നെ എന്റെ ഫിറ്റ്നസ് ജേർണി എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു 16 മിനിറ്റ്സിന്റെ ഈ കംപ്ലീറ്റ് ഓൾമോസ്റ്റ് നമ്മൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ തന്നെ അതങ്ങനെ ഒരെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പർ ബോഡി വർക്കൗട്ട്, വെയിറ്റ് ട്രെയിനിങ് ആൻഡ് വൈ ഷുഡ് എ വുമൺ ഡു വെയിറ്റ് ട്രെയിനിങ്. വെയിറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഒരു ജനറൽ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ചെറുക്കന്മാർ ഇങ്ങനെ കട്ട മസിൽ വരാൻ വേണ്ടിയിട്ട് പമ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇറ്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടന്റ് ഫോർ വുമൻ, എസ്പെഷ്യലി മെനോപോസ് പാസ് ത്രൂ ചെയ്യുന്ന ഒരു ഫീസൊക്കെ വരുമ്പോൾ ആ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ നമ്മളെ ശരിക്കും വട്ടാക്കും. ആ സമയത്ത് ഫിസിക്കലിയും മെന്റലിയും നമുക്കിത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അന്നേരം നമുക്ക് ബോൺ ഡെൻസിറ്റി, പ്രോട്ടീൻ ലെവല്, മസിൽ മാസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി കുറയും ആ സമയമാകുമ്പോൾ. ഇത് ചെയ്യുമ്പോഴത്തേക്കുമാണ് അതിനെ റീഗെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. വെയിറ്റ് ട്രെയിനിങ് വുമൻ ഷുഡ് ഡു. അതൊരു 30 to 70 ഇയേഴ്സ് കാറ്റഗറിയിലുള്ള വുമൻ ഡെഫിനറ്റ്ലി ചെയ്തിരിക്കണം വെയിറ്റ് ട്രെയിനിങ്. നമുക്ക് 2 കിലോന്ന് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ വർക്ക്ഔട്ട് സെഷനിൽ 2 ദിവസം വെയിറ്റ് ട്രെയിനിങ് തന്നെയാണ്. 2 കിലോന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് പതുക്കെ പതുക്കെ ഇംപ്രൂവ് ആയി 5 കിലോ അതിന് മുകളിലോട്ട് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പർ ബോഡി വേണം, ലോവർ ബോഡി വേണം. അതുണ്ടല്ലോ ഫിസിക്കലി അതാ ഹെൽപ്പ് ചെയ്യുന്നത്. മെന്റലി ഓൾസോ നമുക്ക് ആ വർക്ക്ഔട്ട് ചെയ്യുന്നതിന്റെ ആ ഒരു പ്ലഷർ ഉണ്ടല്ലോ, അതർവൈസ് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളവർക്കൊക്കെ അത് ഭയങ്കര ഒരു ഹാപ്പിനെസ് തരും. വർക്ക്ഔട്ട് ചെയ്യുന്ന എല്ലാവർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം വൈ ഷുഡ് എ വുമൻ ടേക്ക് വെയിറ്റ്, വാട്ട് ഈസ് ഫങ്ഷണൽ ഫിറ്റ്നസ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ശ്യാമ ശ്രീകുമാരി എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിനകത്ത് ഉണ്ടാവും. അപ്പൊ അതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, എക്സസൈസ് ചെയ്യുമ്പം ഇറ്റ്സ് ഐ തിങ്ക് സയന്റിഫിക്കലി പ്രൂവൻ ദാറ്റ് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി എൻഡോഫിൻസ് റിലീസ് ചെയ്യും. ആൻഡ് എൻഡോഫിൻസ് മേക്ക് യു ഹാപ്പി ബേസിക്കലി. അപ്പം അതാണ് നമുക്കൊരു ഇലേഷൻ, ഒരു അച്ചീവ്മെന്റ്, അങ്ങനത്തെ ഒരു ഫീലിംഗ് വരുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം ഐ വോണ്ടഡ് ടു ആസ്ക്, ഈ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പം നമുക്ക് മസിൽസ് വരത്തില്ലേ? ആസ് വിമൻ വി നീഡ് മസിൽസ്, ബട്ട് സംടൈംസ് നമ്മളിപ്പം ഇന്ത്യൻ വിമൻ ഒക്കെ സാരി ഒക്കെ ഇടുമ്പോൾ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ സിക്സ് പാക്ക് ഒക്കെ കണ്ടാൽ ഭയങ്കര ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ലുക്ക് ദാറ്റ്. ഞാൻ ആത്മാർത്ഥമായിട്ട് ട്രൈ ചെയ്തിട്ട് എനിക്ക് വരുന്നില്ല. അങ്ങനെ വെയിറ്റ് ട്രെയിനിങ് എനിക്ക് ഇഷ്ടമാണ് ബൈസെപ്സും ട്രൈസെപ്സും ഒക്കെ വരുന്നത്. പക്ഷെ അങ്ങനെ വരത്തില്ല. വുമൺ അങ്ങനെ വരത്തില്ല. അതിന് അത്രയും ബോഡി ബിൽഡിങ്ങിലുള്ള വുമണിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് അവർ ചുമ്മാ വെയിറ്റ് ട്രെയിനിങ് ചെയ്തത് കൊണ്ട് മാത്രം വരുന്നതല്ല. അതിന് വേണ്ടുന്നുള്ള എക്സ്ട്രാ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് എല്ലാം കൊടുത്ത് അവർ പ്രൊഫഷണലി ട്രെയിൻ ചെയ്ത് വരുന്ന. അല്ലാതെ ഒരു വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന ഒരു നോർമൽ ഒരാൾക്ക് അങ്ങനത്തെ മസിൽസ് വരത്തില്ല. ഏതൊരു ആളിനെ കണ്ടാലും നോർമൽ വർക്ക്ഔട്ട് ചെയ്യുന്ന ആരെ കണ്ടു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവും ദേ വിൽ ബി ലുക്കിംഗ് ഫിറ്റ്, ട്രിം ആയിരിക്കും. പക്ഷെ അങ്ങനെ ബൾക്കി മസിൽസ് വരത്തില്ല. ബോയ്സിന് വരും. അവരുടെ ഒരു ഫിസിക്കൽ സ്ട്രക്ചർ ഡിഫറെന്റ് ആണ്. ദേ വിൽ ഗെറ്റ് മസിൽസ്, നോട്ട് അസ്. അത് ചുമ്മാ നമുക്കങ്ങ് വരത്തില്ല. ഓക്കെ.
അപ്പം ഫോർ വിമൻ വെയിറ്റ് ട്രെയിനിങ് ചെയ്താലും അങ്ങനത്തെ മസിൽസ് വരണമെങ്കിൽ അതിന് വെരി സ്പെഷ്യൽ പ്രോഗ്രാംസ് വേണം. നോർമൽ ബൈസെപ് കേൾസും ഒക്കെ ചെയ്താലൊന്നും അങ്ങനെ ഇത് വരത്തില്ല. only your muscles just get excel. അത്ര ഈസി അല്ല. ഓക്കെ, അപ്പൊ അത് കൊള്ളാം. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ, ഏത് സിറ്റുവേഷൻ ആണെങ്കിലും, ഈ വെയിറ്റ് ലോസ് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണെങ്കിലും, ഷാമയുടെ അഡ്വൈസ് എന്തുവാ? എങ്ങനെയാ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്, ഹൗ ദേ ഷുഡ് സപ്പോർട്ട് people around them, how they should support each other? Because ഷാമയ്ക്ക് അറിയാം ചൈൽഡ്ഹുഡ് തൊട്ട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ പേരൻസ് ആയിട്ട്, സിബ്ലിങ്സ് ആയിട്ട്, നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട്, അങ്കിൾസ് ആൺസ് ആയിട്ട്, ഹൗ ഡു യു സപ്പോർട്ട് another persons, അവരുടെ ആ മെന്റൽ ഹെൽത്തും അവരുടെ ആ കോൺഫിഡൻസും ഒക്കെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട്? വാട്ട് വി ഹാവ് ടു ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറുതിലെ നമ്മൾ ഗോ ത്രൂ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്ക് ഒരാളിനെ ഹെൽപ്പ് ചെയ്തിട്ട് അവരുടെ റുട്ടീനെ ഹെൽപ്പ് ചെയ്ത് അതിനെ ശരിയാക്കി കൊണ്ടുവരാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇടപെടാൻ പോകരുത്. വെറുതെ ഒരു കമന്റ് അടിച്ച് മാറി നിൽക്കാനായിട്ട് ആരും ചെയ്യരുത്. ഇങ്ങനെ ഒരു പാസിംഗ് കമന്റ് ആയിട്ട്, പ്രത്യേകിച്ച് ഒരു കുട്ടിയുടെ അടുത്ത് അവരുടെ ബോഡി ഷെയ്മിങ് അവോയ്ഡ് ചെയ്യുക, കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ഒന്നും പറയണ്ട. ഇഫ് യു സേ യു ആർ ലുക്കിംഗ് ബ്യൂട്ടിഫുൾ, അങ്ങനെ ഒരു കമന്റ് പറയാൻ പറ്റുമെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ ദയവ് ചെയ്ത് ഒന്നും പറയാതിരിക്കും. ജെനുവിൻലി ഹെൽപ്പ് ചെയ്യണമെന്ന്, ആ കുട്ടിയുടെ ഹെൽത്ത് വൈസ് കറക്റ്റ് അല്ല. അല്ലാതെ എൻ്റെ അടുത്ത് റീസെന്റ് ഒരാൾ പറഞ്ഞതാണ്, എൻ്റെ ഒരു കസിൻ ഉണ്ട് ഷമ, ഒന്ന് വർക്കൗട്ട് ചെയ്യാനായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ പറഞ്ഞു പിന്നെന്താ, ഞാൻ സംസാരിക്കാം. അവൾക്ക് 26 വയസ്സായി, കല്യാണം കഴിപ്പിച്ചൊക്കെ വിടാനുള്ള പ്രായമാണ്. ഇങ്ങനെ വണ്ണം വെച്ചിരുന്ന ആരെങ്കിലും കല്യാണം കഴിക്കുമോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ കുട്ടിയുടെ ഹെൽത്തിനെ കുറിച്ചല്ലേ ബോധേഡ്, അതിനെ കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ മാത്രം മതിയോ? അവള് മെലിഞ്ഞിരിക്കണം ബിക്കോസ് ഒരു കല്യാണത്തിന് റെഡി ആകാൻ വേണ്ടി, ആരെങ്കിലും കണ്ടിട്ട് ആ കുട്ടീനെ ഇഷ്ടപ്പെടാൻ വേണ്ടി. അതിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കേണ്ടത്. നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കേണ്ടത് നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് സിൻസിയർ ആയിട്ട് ഒരു എഫേർട്ട് ഇട്ട് ഒരു കുട്ടീനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വെരി വെൽ ആൻഡ് ഗുഡ്. വൺ വിളിച്ചിട്ട് ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് സപ്പോർട്ട് ഹർ ഓർ സപ്പോർട്ട് ഹിം. അതല്ലാതെ എവിടെയെങ്കിലും ഒരു കല്യാണം ഫംഗ്ഷനിൽ വെച്ച് കാണുമ്പോഴത്തേക്കും, ഉണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കമന്റ് പറഞ്ഞിട്ട് പോകരുത്. നമുക്ക് അറിയത്തില്ല ആ കുട്ടി അത് കേട്ടിട്ട് എത്ര വിഷമിക്കുന്നു എന്നുള്ളത്. ആ ഒരു കാര്യം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം. പിന്നെ പാരന്റ്സും എല്ലാവരും കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനത്തെ കമന്റ്സ് ഒക്കെ നമുക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. കുട്ടികളാണ്, അച്ഛനും അമ്മയും ഇല്ലാതെ പല സ്ഥലത്തും പോവും, പല കാര്യങ്ങളും കേൾക്കും. ഇതൊന്നും കേട്ട് വിഷമിക്കണ്ട. എന്റെ കുഞ്ഞ് നല്ല സ്ട്രോങ് ആണ്, യു വിൽ ബി സ്ട്രോങ് ആൻഡ് യു വിൽ ഗ്രോ സ്ട്രോങ് എന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. പാരന്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കമന്റ്സ് ഒക്കെ തട്ടിത്തെറിച്ചു പോകും. ആ ഒരു ധൈര്യം ഉള്ളിൽ ആ കുഞ്ഞിനെ ആദ്യമേ കൊടുത്തു വളർത്തണം. വേറൊരാൾക്ക് ഹേർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൊടുക്കരുത്. നമുക്ക് എപ്പോഴും കുട്ടികളുടെ കൂടെ ഉണ്ടാവാൻ പറ്റത്തില്ല. നമ്മൾ ഇല്ലാതെ അവർ പോകുന്ന സിറ്റുവേഷനിലൊക്കെ അവർ സ്ട്രോങ് ആയിട്ട് തനിയെ നിൽക്കാൻ പറ്റണം. അബ്സല്യൂട്ട്ലി, അത് വെരി ഇമ്പോർട്ടന്റ് കാര്യമാണ് ടു ഗ്രോ സെൽഫ് കോൺഫിഡൻസ് ഇൻ യുവർ ചിൽഡ്രൻ. അവർക്ക് ആ പവർ കൊടുക്കാൻ, ടു എംപവർ ദെം ടു നോ അവർക്ക് ആ കഴിവുണ്ട്, അവർക്ക് എന്ത് ചെയ്യാം. ആൻഡ് അത് ഇപ്പം വണ്ണം വെച്ചിട്ട് നമുക്ക് ഹെൽത്ത് റീസൺസ് തന്നെ ആയിട്ട് യു ഹാവ് ടു റെഡ്യൂസ് യുവർ വെയിറ്റ്. അപ്പൊ അതിന് നമ്മൾ അവരെ എൻകറേജ് ചെയ്യണം. അല്ലെങ്കിൽ വേറെ ഏത് സിറ്റുവേഷൻ ആണ്, നിറം അല്ലെ ഹൈറ്റ്, അതൊക്കെ നമ്മളുടെ ഒന്നും ഡിറ്റർമിൻ ചെയ്യുന്നതല്ല. വാട്ട് ആക്ച്വലി ഡിറ്റർമിൻസ് ഹൗ സക്സസ്ഫുൾ നമ്മൾ ആകുന്നു, അല്ലെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് പേഴ്സൺ യു ആർ ഈസ് നമ്മുടെ അകത്തുള്ള ഇത്, നമ്മുടെ ഇന്റൻഷൻസ്, നമ്മൾ എങ്ങനെയാ ബിഹേവ് ചെയ്യുന്നത് അത് ആൾക്കാരുടെ കൂടെ. അപ്പം അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അത് നമുക്ക് ആ കോൺഫിഡൻസ് ആ പിള്ളേരോടോ അല്ലെങ്കിൽ ഏത് ഈവൻ അഡൾട്ടിൻ്റെ അകത്ത് ആ കോൺഫിഡൻസ് ഇൻസ്റ്റിൽ ചെയ്യണമെങ്കിൽ ഐ തിങ്ക് എല്ലാവരുടെയും ജീവിതം വിൽ ബിക്കം മച്ച് ബെറ്റർ, അല്ലേ? ഐ തിങ്ക് ലൈക്ക് ഐ എം വെരി ലക്കി ടു ഹാവ് മൈ ഹസ്ബൻഡ് ആൻഡ് സൺ. ലൈക്ക് അവരുടെയും കൂടെ ഒരു സപ്പോർട്ട് കൊണ്ട് എനിക്ക് ആ ഒരു ഷെല്ലിൽ നിന്ന് പുറത്തു വരാൻ പറ്റി. ഇല്ലായിരുന്നെങ്കിൽ ആ ചെറുതിലത്തെ ആ ഒരു ലെസ് കോൺഫിഡൻസിൽ തന്നെ ഞാൻ ജീവിച്ച് തീർന്നേനെ. ഒരു ക്ലയന്റ് മീറ്റിംഗിന് പോകുമ്പോഴും ഒക്കെ എനിക്ക് ഇപ്പോഴും ആ കയറുമ്പോൾ ആ ഒരു പടപടപ്പാണ്. കാരണം ഞാൻ പറയത്തില്ല, ഞാൻ സ്റ്റേജ് ഫ്രൈറ്റ് ഉണ്ട്, ഐ എം നോട്ട് കോൺഫിഡന്റ്, ബട്ട് ഐ ഡോ ഫീൽ ദാറ്റ് നൗ. എനിക്ക് ഒരു 4 വർഷം മുന്നേ എനിക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. ഞാൻ ആ പ്രസന്റബിൾ അല്ല എന്നുള്ള ഉള്ളിൽ കിടക്കുന്ന ഒരു തോട്ട് ഉണ്ടല്ലോ, അത് ചൈൽഡ്ഹുഡിൽ കിട്ടുന്നതാണ്. അത് തിരിച്ച് ഓവർകം ചെയ്യാന്ന് പറയുന്നത് അതൊരു വിന്നിങ് എ ഫൈറ്റ് ആണ്. അതിനുള്ളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബേസ് സ്ട്രോങ് ആണെങ്കിൽ ദാറ്റ് ഒൺലി എ പാരന്റ് ക്യാൻ ഗീവ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്കും അതിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ഐ തിങ്ക് അത് നമുക്ക് ഒരു ലോങ് ജേർണിയാണ്. അതെന്താന്ന് പറഞ്ഞാല് നമ്മളിപ്പോഴും എല്ലാരും സൊസൈറ്റി എന്തോ പറയും എന്നുള്ള ആ ഇതില് ഇരിക്കാം, അല്ല? അപ്പം നമ്മൾ ആ ഇതിലല്ലെങ്കിൽ, ബിക്കോസ് ഇപ്പം എനിക്ക് തോന്നുന്നു അതർ ഇഷ്യൂസ് ഓൾസോ ദാറ്റ് ആർ നോട്ട് ഇഷ്യൂസ്, അതർ ഏരിയാസ് ദാറ്റ് ആർ ഗോയിങ് ടു കം ഔട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മള് ആണും പെണ്ണും മാത്രമല്ല,
ആണും പെണ്ണും ഉണ്ട്. ചിലപ്പോൾ ആണായിട്ട് ജനിച്ചിട്ട് പെണ്ണായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെ പെണ്ണായിട്ട് ജനിച്ചിട്ട് ആണായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ആണിന് വേറെ ഒരു ആണിനെ ഇഷ്ടമാണ്. അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസ് ഇപ്പം വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും നമ്മൾ, അത് ഇപ്പോഴേ നമുക്ക് ഈ വരുന്ന ജനറേഷൻ അറ്റ്ലീസ്റ്റ് ഹോപ്പ്ഫുള്ളി അവർ അതിനെ വിൽ ബി മോർ മൈൻഡ്ഫുൾ ആൻഡ് ദേ വിൽ ഗോ ഫോർവേഡ് ആസ് പീപ്പിൾ who are more understanding about അവരുടെ ഒരാളുടെ അയാളെ എന്താന്ന് ആയിട്ടുള്ള ആ കണക്ഷൻ ഉണ്ടാക്കുക റാദർ ദാൻ ഫിസിക്കൽ അപ്പിയറൻസ് വെച്ച്. അങ്ങനെ ഹോപ്പ് ചെയ്യണം അല്ലെ? ഡെഫിനറ്റ്ലി അക്സെപ്റ്റ് ദം ആസ് ദേ ആർ. കാരണം അവർക്ക് വണ്ണമായിട്ടിരുന്നാലോ അവർക്ക് മുടി കുറഞ്ഞാലോ അവർ കറുത്തിരുന്നാലോ ആ കണ്ടിട്ട് എന്തെങ്കിലും ഒരു കമന്റ് പറഞ്ഞിട്ട് പോകുന്ന ആളുടെ ലൈഫിൽ ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല. ദേ ആർ ജസ്റ്റ് മേക്കിംഗ് എ കമന്റ് ആൻഡ് പാസിംഗ് ഓൺ. പക്ഷെ അത് കേൾക്കുന്ന ഒരാളിന്റെ ഒരു ഫീലിംഗും കൂടെ ഒന്ന് മനസ്സിലാക്കണം. പോസിറ്റീവായിട്ടൊന്നും പറയാനില്ലെങ്കിൽ പറയാതിരിക്കുക, അതാണ് ബെസ്റ്റ് തിങ്. യെസ്, ഐ അഗ്രി വിത്ത് ദാറ്റ്. ഞാൻ ആ പോളിസി ഞാൻ എപ്പോഴും ഫോളോ ചെയ്യും. അപ്പൊ ഇതിന്റെ ഫൈനൽ ക്വസ്റ്റ്യൻ, ഷാമയുടെ ഫ്യൂച്ചർ ഗോൾസ് എന്താണ്? ആൻഡ് ഓൾസോ ഷാമയ്ക്ക് ഈ റെവലേഷൻ ഷാമയ്ക്ക് കിട്ടിയത്, ഹൗ ആർ യു പ്ലാനിങ് ടു ടേക്ക് ഇറ്റ് ഔട്ട് സൊസൈറ്റിയിൽ, ആൻഡ് ഹൗ ആർ യു പ്ലാനിങ് ടു ഒരു ചേഞ്ച് വരുത്താനായിട്ട് ഷാമയുടെ ഒരു അറ്റ്ലീസ്റ്റ് എഫേർട്ടിൽ ആ സർക്കിളിൽ അല്ലെങ്കിൽ വൈഡർ സർക്കിളിൽ എങ്ങനെ ആ ചേഞ്ച് വരുത്താനായിട്ട്? ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്രീം ഇപ്പം. ടു സ്പ്രെഡ് ദി ഹാപ്പിനെസ് ഓഫ് വർക്ക്ഔട്ട്. എൻ്റെ ചുറ്റിനുമുള്ള എല്ലാവരോടും ഞാൻ ഇതിനെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സും പിന്നെ അവരുടെ ഒരു ഫ്രണ്ട്സ് ആ ലെവൽ വരെ ഇപ്പൊ എത്തി നിൽക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓഫ്ലൈൻ സെഷൻസ് ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്യുന്നുണ്ട്. ഐ ഡ്രീം ടു സ്റ്റാർട്ട് എ ജിം. ഞാൻ ജിമ്മിന് എഗെയിൻസ്റ്റ് ആണ് എന്ന് പറയുമ്പോഴും ആ ഹൈ ഫണ്ട ജിം അല്ല, ആർക്ക് വേണമെങ്കിലും ഒരു മിനിമം കോസ്റ്റിൽ വന്ന് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ശരിക്കും നമ്മുടെ ബോഡി വെയിറ്റും ഒരു പെയർ ഓഫ് ഡമ്പൽ, ഒരു 200 രൂപയ്ക്ക് നമുക്ക് എവിടെയെങ്കിലും നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു പെയർ ഓഫ് ഡമ്പലും മതി നമുക്ക് എല്ലാ വർക്ക്ഔട്ട്സും ചെയ്യാൻ. അങ്ങനത്തെ മിനിമം ഫെസിലിറ്റി ഫോർ എവ്രി വൺ ആയിട്ടുള്ളൊരു ജിമ്മിൻ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ്. അത് എല്ലായിടത്തോട്ടും എത്തണം. മണി ഓർ വെദർ യു ആർ ഒബീസ് ഓർ വെദർ യു ആർ ഏജ് ഷുഡ് നോട്ട് ബി എ ബാരിയർ ടു സ്റ്റാർട്ട് ദ വർക്ക്ഔട്ട്. ഏത് പ്രായത്തിലും നമുക്ക് വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യാം. എവിടെ വെച്ചിട്ട് വേണമെങ്കിലും 62 വയസ്സായി ഓക്കെ നടന്നു തുടങ്ങി, അത് കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ അടുത്ത സ്റ്റെപ്സ് എടുക്കാം. അങ്ങനെ യു ഹാവ് ടു സ്റ്റാർട്ട് ആൻഡ് കണ്ടിന്യൂ യുവർ വർക്ക്ഔട്ട്. അപ്പം അതിങ്ങനെ സ്പ്രെഡ് ചെയ്യണം. കാരണം ഫിസിക്കലി എന്ത് മാറ്റം വരുന്നു എന്നുള്ളതല്ല, ദ ഹാപ്പിനെസ് ആൻഡ് ദ എനർജി ഇറ്റ് ബ്രിങ്സ് ടു യുവർ ലൈഫ്, ദാറ്റ് ഈസ് അമേസിങ്. യു ഹാവ് ടു ഡു ദാറ്റ് ആൻഡ് ഫീൽ ദാറ്റ്. യെസ്, ആബ്സല്യൂട്ട്ലി. അതിന് ഐ തിങ്ക് കുറെ അവന്യൂസ് ഉണ്ട്. അപ്പം ഷാമ കുറെ റിസർച്ച് ചെയ്താൽ കണ്ടുപിടിക്കാം. ഈ ലണ്ടനിലൊക്കെ അവിടെ കുറെ ജിംസ് ഉണ്ട്. ജിംസ് ഭയങ്കര എക്സ്പെൻസീവ് ആ ജോയിൻ ചെയ്യാനായിട്ട്. പക്ഷെ ഇപ്പൊ ഒരു സെറ്റ് ഓഫ് ജിംസ് വന്നിട്ടുണ്ട് വേർ ആസ് യു സെഡ് റീസണബിൾ പ്രൈസിൽ നമുക്ക് അവിടെ പോകാം. വലിയ ഫെസിലിറ്റീസ് ഒന്നുമില്ല, പക്ഷെ ആവശ്യത്തിനുള്ള കാർഡിയോ മെഷീൻസ് ഉണ്ട്, വെയിറ്റ് മെഷീൻസ് ഉണ്ട്, വേണമെങ്കിൽ ട്രെയിനേഴ്സ് ഉണ്ട്, അങ്ങനത്തെയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതുണ്ട്. പിന്നെ വേറെ മേ ബി അനദർ തിങ് ദറ്റ് യു കുഡ് പ്രോബബ്ലി ലുക്ക് അറ്റ് ഈസ് ഓൾഡ് ഏജ് ഹോംസിലൊക്കെ പോയിട്ട് ഡു സം പ്രോഗ്രാംസ് അവിടെ, ബിക്കോസ് അവർക്ക് ഒരു ഹെൽപ്പ് ആവും അതുവഴി. അങ്ങനെ അപ്പം ഷമ, താങ്ക് യു സോ മച്ച് ഈ സമയം എടുത്ത് വന്ന് സംസാരിക്കാനായിട്ട്. യു ആർ സോ എൻതൂസിയാസ്റ്റിക് ആൻഡ് സോ മോട്ടിവേറ്റിംഗ് ടു ഹിയർ ഷാമയുടെ ആ വെയിറ്റിന്റെ ലൈക്ക് അപ് ടു 30+ ഇയേഴ്സ് വരെ ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തിട്ട് ഈ 4 വർഷത്തില് യുവർ മെന്റൽ സ്ട്രെങ്ത് to change yourself, and I commend that, applaud that mental strength. Congratulations, and I hope you continue to do that, and hope you continue to encourage other people also to do that. And ee podcast കേൾക്കുന്ന ആൾക്കാർക്കും I hope അവർക്കും ഒരു മോട്ടിവേഷൻ ആണ് to go and achieve whatever is in their mind, ആ ഡ്രീം. ഒരു കൊച്ചു സ്റ്റെപ്പ് എല്ലാ ദിവസവും ഒരു 10-minute walkന് പോകാനായിട്ട്, സ്റ്റാർട്ട് വിത്ത് എ 10-minute walk and then change their lifestyle, ചേഞ്ച് അവരുടെ ആ ഫുഡ് കഴിക്കുന്നതിന്റെ ആ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാനായിട്ട്. I hope they are motivated by listening to you. Thank you very much, Shama. Thank you so much for this opportunity. I loved it, dear. Thank Me you. too, me too. All the very best. നന്ദി കേട്ടുകൊണ്ടിരുന്നതിന്. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ, ഒപ്പം നിർദ്ദേശങ്ങളും. സബ്സ്ക്രൈബ് ചെയ്യാൻ മടി വേണ്ട കേട്ടോ. ഷെയർ ചെയ്യാൻ മനസ്സ് പറഞ്ഞാൽ ഒട്ടും താമസിക്കരുത്. ഷെയർ. വീണ്ടും ആന ചേനയോട് കഥ പറയുന്നത് കേൾക്കാൻ വരുമല്ലോ. അതാ ആനക്കാര്യം ചേനക്കാര്യം. വീണ്ടും കേൾക്കും വരെ മംഗളം.